ആ മുദ്ര വെച്ച കവറിൽ ആരുടെ പേരായിരിക്കും? വീഡിയോ, RCO, KCO? 11 ദിവസത്തെ കേരളത്തിന്റെ കാത്തിരിപ്പിന് ഇന്ന് വിരാമമാവുകയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഇന്നറിയാം. ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വാർത്തകൾ ഉണ്ടാകും. നമുക്ക് രാവിലെ ആരംഭിക്കാം. തലക്കെട്ടുകൾ. കാത്തിരിപ്പിന് വിരാമമാകുന്നു. കേരള മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കും. നിയമസഭാ കക്ഷിയോഗം ഉച്ചയ്ക്ക് ഇന്ദിരാഭവനിൽ. VD സതീശനും രമേശ് ചെന്നിത്തലയും പങ്കെടുക്കും. KC വേണുഗോപാൽ ഡൽഹിയിൽ. UDF നേതൃയോഗവും ഇന്ന് ചേരും. ഘടകകക്ഷി നേതാക്കൾ തലസ്ഥാനത്തേക്ക്. സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. പന്തലുയരുക സെൻട്രൽ സ്റ്റേഡിയത്തിൽ. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ CPM സംസ്ഥാന സമിതിയിൽ അതിരൂക്ഷ വിമർശനം. കണ്ണൂരിലെ പാർട്ടിയിലെ കലാപം ഗൗരവത്തോടെ കാണണമെന്നും വിലയിരുത്തൽ. വെള്ളാപ്പള്ളിയോടുള്ള പിണറായിയുടെ സമീപനത്തിൽ വിയോജിപ്പ്. CPIക്ക് നേരെയും വിമർശനം. സംസ്ഥാന സമിതി ഇന്നും തുടരും. NEET UGC ചോദ്യപേപ്പർ ചോർച്ചയിൽ CBI പരിശോധന തുടരുന്നു. ഇന്നലെ പിടിയിലായത് 5 പ്രതികൾ. അന്വേഷണം കേരളത്തിലേക്കും. ട്രംപിന്റെ ചൈന സന്ദർശനത്തിലാകാം ക്ഷയോടെ ലോകം. ഇന്ന് ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച. പശ്ചിമേഷ്യൻ സംഘർഷം ഉൾപ്പെടെ ചർച്ചയാകും. വിവിധ വ്യാപാര കരാറുകളിലും ഒപ്പുവെച്ചേക്കും. ആരാകും കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രി? VD സതീശനോ, രമേശ് ചെന്നിത്തലയോ, KC വേണുഗോപാലോ? കഴിഞ്ഞ 11 ദിവസമായി കേരളം ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ശോഭ കെടുത്തക്ക വിധം നേതാക്കൾ തമ്മിലുള്ള ഈ തർക്കങ്ങൾ ഇന്ന് അതിനവസാനമാവുകയാണ്. ഹൈക്കമാൻഡ് ഒറ്റ പേരിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം. ഇന്ന് 1 മണിക്കാണ് MLA മാരുടെ യോഗം വിളിച്ചിരിക്കുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുത്തുകൊണ്ടുള്ള വാർത്താക്കുറിപ്പാകും AICC ആസ്ഥാനത്ത് നിന്ന് പുറത്തിറക്കുക എന്നാണ് സൂചന. അതോ ഒരുപക്ഷെ ഈ മുദ്രവെച്ച കവർ, ഈ ഒറ്റ പേരുമായി ബന്ധപ്പെട്ട കവർ MLA മാർക്ക് മുൻപിൽ പൊട്ടിക്കും. അവിടെ അതിനുശേഷം പ്രഖ്യാപനമുണ്ടാകുമോ എന്നത് കാത്തിരുന്ന് കാണണം. 1 മണിക്ക് ഹൈക്കമാൻഡ് നിരീക്ഷണ സാന്നിധ്യത്തിൽ KPCC നിയമസഭാ കക്ഷി യോഗം ഇന്ദിരാഭവനിലാണ് ചേരുക. AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയാകും കോൺഗ്രസ് അധ്യക്ഷൻ തെരഞ്ഞെടുത്ത പേര് യോഗത്തിൽ അറിയിക്കുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ആകാംക്ഷയുടെ മണിക്കൂറുകളാണ്. കേരളം കാത്തിരിക്കുന്ന പ്രഖ്യാപനം ഇന്ന് ഉച്ചയോടുകൂടി പ്രതീക്ഷിക്കാം. ഒരുപക്ഷെ അതിന് മുൻപും നമുക്ക് പൊതുജനങ്ങളിലേക്ക് ആ വിവരം എത്തിക്കാൻ സാധിക്കുമെന്ന് വേണം കരുതാൻ. വിവിധ കേന്ദ്രങ്ങൾ, അതായത് രമേശ് ചെന്നിത്തലയുടെ വീട്, KC വേണുഗോപാൽ ഡൽഹിയിലാണ്. VD സതീശൻ പറവൂരിൽ നിന്ന്, സ്വന്തം വീട്ടിൽ നിന്ന് അല്പസമയത്തിനകം തിരുവനന്തപുരത്തേക്ക് തിരിക്കും എന്നറിയുന്നു. VV അരുൺ, ഡാനി പോൾ, നവമി, അനീഷ്, അനുമോദ് എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ഏതായാലും നവമി ഉള്ളത് VD സതീശൻ്റെ എറണാകുളത്തെ ദേശത്തെ വസതിയിലാണ്. അവിടെ പ്രവർത്തകരുടെ ഇന്നലെ മുതലേ ഉള്ള സാന്നിധ്യമുണ്ട്. ഇന്നലെ മുതൽ നിരവധി നേതാക്കളും VD സതീശനെ കാണാൻ എത്തുന്നുണ്ട്. അല്പസമയത്തിനകം അദ്ദേഹം അവിടെ തിരിക്കും എന്ന് കരുതണം. നവമി എന്തായാലും മാധ്യമങ്ങളോട് സംസാരിക്കാനുള്ള സാധ്യതയില്ല. സതീശൻ കഴിഞ്ഞ കുറേ ദിവസമായി നിശബ്ദനാണ്, നമുക്കറിയാം. ഇന്നിപ്പോൾ തിരുവനന്തപുരത്തേക്കുള്ള വരവാണ്. എന്തെങ്കിലും ഉറപ്പ് കിട്ടിയിട്ടുണ്ടോ? എന്താണ് മനസ്സിലാക്കേണ്ടത്? ആ ക്യാമ്പിൻ്റെ ഒരു വികാരം എന്താണിപ്പോൾ? ഗുഡ് മോർണിംഗ്. എന്തായാലും ആ നിർണായകമായ നിമിഷങ്ങൾക്ക് കാത്തിരിക്കുകയാണ് കേരളം. അതിനിടയിൽ VD സതീശൻ അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന്റെ ദേശത്തെ വീട്ടിൽ നിന്നും പുറപ്പെടും. അദ്ദേഹത്തിന്റെ വാഹനം തയ്യാറായിട്ടുണ്ട്. അദ്ദേഹത്തിനോടൊപ്പം പോകുന്നവരെല്ലാം തയ്യാറായി നിൽക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ പോലെ തന്നെ ഇന്നും രാവിലെ മുതൽ തന്നെ അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി നിരവധി ആളുകളാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നിരവധി പ്രവർത്തകരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രവർത്തകരെന്ന് മാത്രം നമുക്ക് പറയാൻ കഴിയില്ല. ബാക്കി മറ്റു ചില ആളുകളുമൊക്കെ അദ്ദേഹത്തിനൊപ്പം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിലൊക്കെ കാണാം. ഈ രാവിലെ സൈക്ലിങ്ങിനൊക്കെ പോയിട്ട് വരുന്ന ആളുകളും ഒക്കെ അദ്ദേഹത്തിനെ കാണുന്നതിന് വേണ്ടി, അദ്ദേഹത്തിന് യാത്ര അയക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും പ്രവർത്തകർ ഇന്നും അതീവ ശുഭാപ്തി വിശ്വാസത്തിലാണ്, പ്രതീക്ഷയിൽ തന്നെയാണ്. VD സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകും എന്ന പ്രതീക്ഷയാണ് ഇന്നും രാവിലെയും അവർ പങ്കുവയ്ക്കുന്നത്. എന്തായാലും അദ്ദേഹം അല്പസമയത്തിനുള്ളിൽ തന്നെ വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങും, തിരുവനന്തപുരത്തേക്ക് പുറപ്പെടും. അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുകയാണ്. പ്രവർത്തകരെല്ലാം തന്നെ രാവിലെ അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്തുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് കയറിയിരിക്കുകയാണ്.
ഇന്നലെയും നമ്മൾ കണ്ടതാണ് പ്രവർത്തകരുടെ പ്രതികരണം ഏത് വിധത്തിലായിരുന്നു, അവരുടെ പ്രതിഷേധം, അല്ലെങ്കിൽ മറ്റൊരാളാണ് മുഖ്യമന്ത്രി വരുന്നതെങ്കിൽ അവർ ഏതൊക്കെ വിധത്തിലായിരിക്കും പ്രതിഷേധിക്കുക, അങ്ങനെ പലതരത്തിലുള്ള കൗതുകകരമായിട്ടുള്ള പ്രതികരണമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇന്നും ആ ഒരു രീതിയിൽ തന്നെയാണ് പ്രവർത്തകർ നിൽക്കുന്നത്. ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്നലെ രാത്രി വരുമെന്ന് പ്രതീക്ഷയുണ്ട്. ലഡുവൊക്കെ ആയിട്ട് വന്ന പ്രവർത്തകരെ നമ്മൾ കണ്ടു. എന്തായാലും ലഡുവൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇന്ന് വിതരണം ചെയ്യുമെന്ന് തന്നെയാണ് അവർ ഉറച്ചു വിശ്വസിക്കുന്നത്. ആ ആത്മവിശ്വാസം തന്നെയാണ് പ്രവർത്തകർ ഇന്നലെയും പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഇനി അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പോകുന്നതിന്റെ ചെറിയ നിരാശ പ്രവർത്തകർക്കുണ്ട്. കാരണം ആ മുഖ്യമന്ത്രി എന്നുള്ള ഒരു പ്രഖ്യാപനത്തിൽ വിഡിയുടെ പേരാണെങ്കിൽ അദ്ദേഹത്തിനോടൊപ്പം ആഘോഷിക്കാം എന്ന ഒരു വിശ്വാസത്തിലായിരുന്നു പ്രവർത്തകർ. അവർക്ക് ചെറിയ നിരാശയുണ്ട്. എങ്കിൽ പോലും വി.ഡി. സതീശന് വേണ്ടിയിട്ട് അത്രയേറെ പ്രവർത്തിക്കുന്നു, അദ്ദേഹം തന്നെയാകും എന്ന് തന്നെയാണ് ഇവർ ഓരോരുത്തരും പറഞ്ഞു വെക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഓരോ പ്രവർത്തകരായും അദ്ദേഹത്തെ അത്രയേറെ വിശ്വസിക്കുന്ന ആളുകളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രവർത്തകരും നാട്ടുകാരുമൊക്കെ വലിയ ആവേശത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന് ഇവിടെ നിന്ന് യാത്ര അയക്കുന്നതും തിരിച്ച് മുഖ്യമന്ത്രിയായി വരണേ എന്നുള്ള ഡയലോഗൊക്കെ അടിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് യാത്ര അയക്കുന്നത്. എന്തായാലും ആ നിമിഷത്തിന് വേണ്ടി കേരളം കാത്തിരിക്കുകയാണ്. വി.ഡി. സതീശൻ അല്പസമയത്തിനുള്ളിൽ ദേശത്തെ വീട്ടിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പുറപ്പെടും. ഏതായാലും 3 ക്യാമ്പുകളും വലിയ ആത്മവിശ്വാസത്തിലാണ്, സംശയമില്ല. KC പക്ഷം പറയുന്നത് ആ ഒറ്റപ്പേര് KC തന്നെയാണ്, KCയുടെ പേര് തന്നെയാണ് ആ ഒറ്റപ്പേരിലേക്ക് എത്തിയത് എന്നാണ്. അതേസമയം അവസാനവട്ട ചർച്ചകൾ തുണച്ചു എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് വി.ഡി. സതീശൻ്റെ ക്യാമ്പ്. MLA-മാരുടെ എണ്ണത്തിലെ ആത്മവിശ്വാസമൊക്കെ KCയുടെ ക്യാമ്പ് പങ്കുവെക്കുന്നുണ്ട്. നേതാക്കളുടെ പിന്തുണ വി.ഡി. സതീശന്, VM സുധീരനും K മുരളീധരനും കൊടിക്കുന്നിൽ സുരേഷും അടക്കമുള്ള നേതാക്കളുടെ പിന്തുണ വി.ഡി. സതീശനുണ്ട് എന്നുള്ള സൂചനകൾ പുറത്തു വന്നു. അതേസമയം ഒരു സമവായ കാൻഡിഡേറ്റ് എന്ന നിലയിൽ തൻ്റെ പേര് കടന്നു വരും എന്ന് രമേശ് ചെന്നിത്തലയും അദ്ദേഹത്തിനൊപ്പമുള്ളവരും വിശ്വസിക്കുന്നുണ്ട്. ഏതായാലും കാത്തിരുന്ന് കാണണം എന്താണ് സംഭവിക്കുക എന്നുള്ളത്. VV അരുൺ കൂടി തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചെയ്യും. അവരുടെ എന്തായാലും ആരുടെ പേര് വന്നാലും കോൺഗ്രസിലെ തർക്കങ്ങൾ അവസാനിക്കില്ല, സംശയമില്ല. പിന്നീട് കൂടുതൽ ഡിമാൻഡുകളാകും. ഇപ്പോൾ തഴയപ്പെടുന്ന ആളുകളുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ അവരുടെ നോമിനികളെ മന്ത്രിസ്ഥാനത്തേക്ക് എത്തിക്കണം, കോർപ്പറേഷൻ ബോർഡ് സ്ഥാനങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. അങ്ങനെ എന്തായാലും കോൺഗ്രസിലെ ഇതുവരെ ഈ 11 ദിവസം നടക്കുന്ന തർക്കത്തിൽ നിന്ന് ഒരയവും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. പക്ഷേ ഹൈക്കമാൻഡിന് ഒരു തീരുമാനത്തിലേക്ക് എത്തിയേ പറ്റൂ. ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് MLA-മാരും നേതാക്കളും ഒക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ന് 1 മണിക്കാണ് യോഗം വിളിച്ചിരിക്കുന്നത്. എന്താണ് ഏറ്റവും ഒടുവിൽ തലസ്ഥാനത്തെ ലഭിക്കുന്ന ഒരു സൂചന? ആരുടെ പേരിനാണ് പ്രാമുഖ്യമെന്നാണ് അരുണിൻ്റെ ഇത്തരം ഒരു മാധ്യമരംഗത്തെ പരിചയത്തിൽ നിന്നൊക്കെ നമുക്ക് ഇപ്പോൾ ഒന്ന് വ്യക്തമാക്കിയെടുക്കാൻ സാധിക്കുന്നത്? കോൺഗ്രസിൻ്റെ ഒരു പതിവ് തെറ്റിച്ചുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ സംഭവിച്ചത്. രഞ്ജിത്ത്, തീർത്തും അപ്രവചനീയവും പിരിമുറുക്കവും നിറഞ്ഞ അന്തരീക്ഷം തന്നെയാണ് കോൺഗ്രസ് ക്യാമ്പുകളിലുള്ളത്. 3 ക്യാമ്പും ഒരുപോലെ വിശ്വസിക്കുന്നു. അതിൽ ഒരുപക്ഷെ രമേശ് ചെന്നിത്തല ഒരു പ്രതീക്ഷ കൈവിട്ട സാഹചര്യത്തിലാണ് ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നതാണ് അദ്ദേഹം അടുത്ത കേന്ദ്രങ്ങൾ പറഞ്ഞത്. പക്ഷേ വി.ഡി. സതീശൻ അനുകൂലികളും അദ്ദേഹത്തിന്റെ ക്യാമ്പും അതുപോലെ തന്നെ KC വേണുഗോപാൽ ക്യാമ്പും വലിയ പ്രതീക്ഷയിലാണ്. ഇന്നലെ വൈകുന്നേരം നമ്മൾ KPC ആസ്ഥാനത്ത് കണ്ട കാഴ്ച വലിയ രീതിയിലുള്ള പ്രവർത്തകരുടെ ഒരു തിരക്ക് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ശനിയാഴ്ച നമ്മൾ അവിടെ കണ്ടതുപോലുള്ള ഒരു ടീം ആയിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്. ശനിയാഴ്ച പൂർണ്ണമായും ഒരു 100 പേരുണ്ടായിരുന്നുവെങ്കിൽ 90 പേരും 95 പേരും KC വേണുഗോപാലിന്റെ ഏറ്റവും അടുത്ത അനുയായികളാണ്. കേരളത്തിലെ സംഘടനാ ജനറൽ സെക്രട്ടറി നെയ്യാറ്റിൻകര സ്ഥാനിൽ ഉൾപ്പെടെയുള്ള KC അനുകൂലികൾ മുൻനിരയിലിരുന്ന KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുന്നത് കാണാൻ കഴിഞ്ഞ ശനിയാഴ്ച അവിടെ കാത്തിരുന്നു. 6 മണി മുതൽ 7:30 വരെ അവർ അങ്ങനെ ഇരുന്നു. പക്ഷേ അന്നതുണ്ടായില്ല. പ്രഖ്യാപനം പിന്നീടത്തേക്ക് മാറ്റിയെന്ന് ACC നിരീക്ഷകരടക്കം പുറത്തു വന്ന മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. അതിനുശേഷം ഇന്നലെ വൈകുന്നേരത്തോടുകൂടി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന ഉറപ്പ്, രാവിലെ പ്രഖ്യാപനമെന്ന് ആദ്യം പറഞ്ഞു, പക്ഷേ പിന്നീട് വൈകുന്നേരത്തേക്ക് മാറിയ ഒരു സാഹചര്യമുണ്ടായി. അവിടെ സംഭവിച്ചത് ആളുകൾ കൂട്ടത്തോടെ വന്നുവെങ്കിലും അവിടെ ഏറിയ പങ്കും വി.ഡി. സതീശനെ അനുകൂലിക്കുന്നവരായിരുന്നു. അല്ലെങ്കിൽ ഹൈക്കമാൻഡ് എന്ത് തീരുമാനവും അറിയിക്കട്ടെ, ഞങ്ങൾ അതിനൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞവരായിരുന്നു. എന്നാൽ അതിനുശേഷം ഈ പ്രഖ്യാപനം നാളേക്ക് മാറ്റിയെന്ന് ഡൽഹിയിൽ ACC ആസ്ഥാനത്ത് ജയറാം രമേശ് മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞതിന് ശേഷമാണ് KC അനുകൂലികളായ നേരത്തെ സൂചിപ്പിച്ച നെയ്യാറ്റിൻകര സനലും മന്നക്കാട് സുരേഷും അടക്കമുള്ള ഒരു വലിയ സംഘം KPC ആസ്ഥാനത്തേക്ക് തിരിച്ചെത്തിയത്. അപ്പോൾ സ്വാഭാവികമായി ഇവിടെ വി.ഡി. സതീശന്റെ പേരാണോ വരാൻ പോകുന്ന തരത്തിലുള്ള ഒരു സൂചനകൾ, അഭ്യൂഹങ്ങൾ അവിടെ പരന്നു. എന്നാൽ അതിനുശേഷം ഈ KC അനുകൂലികൾ ഉറപ്പിച്ചു
പറയുന്നു. ഒരു സംശയവും വേണ്ട, കെ.സി. വേണുഗോപാൽ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരും. അത്രയധികം പിന്തുണ അദ്ദേഹത്തിന് വിവിധ MLA-മാരിൽ നിന്ന് ലഭിച്ച പിന്തുണയ്ക്ക് അപ്പുറത്തേക്ക് വിവിധ രാഷ്ട്രീയ പാർട്ടി ഘടകകക്ഷികളിൽ നിന്ന് പോലും ഉള്ള പിന്തുണ ചിലപ്പോൾ ലഭിച്ചിട്ടുണ്ടാകാം. പ്രധാനപ്പെട്ട നേതാക്കളിൽ, മുതിർന്ന നേതാക്കളിൽ, ഹൈക്കമാൻഡ് വിളിപ്പിച്ച നേതാക്കളിൽ ഒരു 80%-ലേറെയും കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണമെന്ന അഭിപ്രായം ഉള്ളവരാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ MLA-മാരിലെ ഇക്കാലത്ത് കോൺഗ്രസ് തീരുമാനമെടുക്കുന്നത് നിയമസഭാ കക്ഷിയിലെ അംഗബലം അനുസരിച്ച് തന്നെയാണ്. അത്തരത്തിൽ വലിയ അംഗബലമുള്ളപ്പോൾ ആ തീരുമാനത്തെ മറികടന്നുകൊണ്ട് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായത്തെ പാടെ തള്ളിക്കൊണ്ട് ഒരു തീരുമാനം എടുക്കില്ല. അതുകൊണ്ട് കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയാകും എന്ന ഉറപ്പിച്ചു തന്നെയാണ് കെ.സി. ക്യാമ്പ് മുന്നോട്ട് പോകുന്ന. മറുഭാഗത്ത് വി.ഡി. സതീശൻ ക്യാമ്പാകട്ടെ അവർ വലിയ പ്രതീക്ഷയിലാണ്. ഘടകകക്ഷികളുടെ വലിയ സമ്മർദ്ദമുണ്ട്. മുസ്ലിം ലീഗിന്റെ അടക്കം വലിയ കടുത്ത നിലപാടുകളുണ്ട്. ആ നിലപാടുകളുള്ളപ്പോൾ ഈ നേരത്തെ ഇവർ സൂചിപ്പിച്ച MLA-മാരുടെ പിന്തുണയെന്നും കെ.സി. വേണുഗോപാൽ പക്ഷം അവകാശപ്പെടും പോലുള്ള പിന്തുണയില്ല. ജനറൽ സെക്രട്ടറി സ്ഥാനം ഒരു പരിചയമാക്കിക്കൊണ്ട് അതിന്റെ എല്ലാ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ആ ലിസ്റ്റ് അട്ടിമറിക്കാൻ പോലും കെ.സി. വേണുഗോപാൽ ശ്രമിച്ചു എന്ന ഗുരുതരമായ ആരോപണം ഹൈക്കമാൻഡ് മുന്നിൽ പോലും വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും വച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അതുകൊണ്ട് തന്നെ ആ കണക്കുകളൊന്നും കാര്യമില്ല. MLA-മാരെ 1 to 1 കണ്ടപ്പോൾ അവരെല്ലാം കൃത്യമായ നിലപാട് വ്യക്തമാക്കി. MLA-മാർ നിർദ്ദേശിച്ച പേര് വി.ഡി. സതീശനാണെങ്കിൽ പോലും പലപ്പോഴും അത് രേഖപ്പെടുത്താൻ പല ഇതിലും അവർ തയ്യാറായില്ല എന്ന ഈ നിരീക്ഷകർക്കെതിരെയും ദീപാദാസ് മുൻഷിക്കെതിരെയും ഒക്കെ കടുത്ത വിമർശനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ വി.ഡി. സതീശൻ തന്നെ ജനവികാരവും ഈ ഘടകകക്ഷികളുടെയൊക്കെ ഒരു സമ്മർദ്ദവും എല്ലാം പരിഗണിച്ചുകൊണ്ട് അവരെല്ലാം നിലപാട് പരിഗണിച്ചുകൊണ്ട് വി.ഡി. സതീശൻ തന്നെ മുഖ്യമന്ത്രിയാക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ഈ വി.ഡി. ക്യാമ്പ് ഉള്ളത്. ഈ രമേശ് ചെന്നിത്തല പൂർണ്ണമായും പ്രതീക്ഷ കൈവിട്ടിട്ടുമില്ല. ഈ തർക്കങ്ങൾക്കൊടുവിൽ സീനിയോറിറ്റി പരിഗണിച്ചുകൊണ്ട് സോണിയാഗാന്ധി തനിക്ക് നേരത്തെ നൽകിയ വാക്ക് വിശ്വസിച്ചു തന്നെയാണ് ഇപ്പോഴും രമേശ് ചെന്നിത്തല മുന്നോട്ട് പോകുന്നത്. താൻ തന്നെ പരിഗണിക്കപ്പെടുമെന്ന പ്രതീക്ഷ അദ്ദേഹത്തിനുമുണ്ട്. ഏതായാലും ഇനി പ്രതീക്ഷകൾക്ക് ഈ അവരുടെയൊക്കെ വിശ്വാസങ്ങൾക്കൊക്കെ മണിക്കൂറുകളുടെ മാത്രം ആയുസ്സാണ്. 11 മണിയോടുകൂടി നിരീക്ഷകരായ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും തിരുവനന്തപുരത്തെത്തും. അതിനു മുമ്പ് തന്നെ ദീപാദാസ് മുൻഷി തിരുവനന്തപുരത്തെത്തും. 1 മണിക്കാണ് നിയമസഭാ കക്ഷി യോഗം വിളിച്ചിരിക്കുന്നത്, KPCC ആസ്ഥാനത്ത് വിളിച്ചിരിക്കുന്നത്. അതിൽ നേതാക്കൾ പങ്കെടുക്കും. കെ.സി. വേണുഗോപാൽ കേരളത്തിലേക്ക് വരാനുള്ള തീരുമാനം ആയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഏത് നിമിഷവും ഒരു അനുകൂല സാഹചര്യം അദ്ദേഹം വന്നേക്കാം. അതിനുള്ള തയ്യാറെടുപ്പുകളും കെ.സി. ക്യാമ്പ് പൂർത്തിയാക്കി കഴിഞ്ഞു. ഒരു പക്ഷേ ഈ നിയമസഭാ യോഗത്തിന് മുമ്പ് തന്നെ ഒരു പ്രഖ്യാപനം ഉണ്ടാകാം. അതിനുശേഷം ഇന്ന് തന്നെ നിയുക്ത മുഖ്യമന്ത്രി KPCC പ്രഖ്യാപിക്കാൻ പോകുന്ന മുഖ്യമന്ത്രി രാജ്ഭവനിലെത്തി ഗവർണറെ കാണും. അതിനുള്ള ക്രമീകരണങ്ങളും വലിയ രീതിയിൽ റോഡ് ഷോയിൽ തന്നെ രാജ്ഭവനിലേക്ക് പോകാനുള്ള ക്രമീകരണങ്ങളും കോൺഗ്രസ് ക്യാമ്പുകളിൽ ഒരുക്കുന്നുണ്ട്. ഈ 3 നേതാക്കൾ വലിയ ആത്മവിശ്വാസത്തിലാണ്. അവിടെ തന്നെ വി.ഡി. സതീശൻ, കെ.സി. വേണുഗോപാൽ ഇവരിലൊരാൾ തന്നെ മുഖ്യമന്ത്രി അയക്കുമെന്ന ഒരു അഭ്യൂഹത്തിലാണ് ശക്തി കൂടുതൽ. ഇവരിൽ ആര് എന്നത് വരും മണിക്കൂറിൽ മാത്രം അറിയാൻ കഴിയുന്ന ഒന്നാണ്. തീർച്ചയായും അതാണ് കാത്തിരുന്ന് കാണണം. നമുക്കറിയാം കെ.സി. വേണുഗോപാൽ ചുരുക്കത്തിൽ ഈ 3 പേരിൽ കുറഞ്ഞത് കെ.സി. വേണുഗോപാലെങ്കിലും ഒരു പക്ഷേ ഹൈക്കമാൻഡിന്റെ ആ തീരുമാനം അറിഞ്ഞു കാണണം. മറ്റു 2 പേരെയും അറിയിക്കുക എന്നുള്ളതാണ് ഈ യോഗത്തിലെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയായി നമ്മൾ നിശ്ചയിക്കേണ്ടത്. കെ.സിയുടെ പേരിലേക്ക് എത്തുമെന്നുള്ള സൂചനകൾ ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് മുതിർന്ന നേതാക്കൾ ഈ ഹൈക്കമാൻഡുമായി കൂടിയാലോചന നടത്തി. അവസാനവട്ട സമയത്ത് രാഹുൽ ഗാന്ധി നടത്തിയ ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിൽ അല്പം മാറ്റങ്ങൾ വരുത്തിയത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. VM സുധീരനും കെ മുരളീധരനും അടക്കമുള്ള മുൻ KPCC അധ്യക്ഷന്മാരെ ഫോണിൽ വിളിക്കുകയും അവരെ നേരിൽ കാണുകയും മറ്റും ചെയ്തു. മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ അഭിപ്രായം അദ്ദേഹം തേടി. കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ള ആളുകളുമായി ബന്ധപ്പെട്ടു. അതായത് MLA-മാരുടെ പിന്തുണ KCക്കുണ്ട് എന്ന് ആ പക്ഷം പറയുമ്പോഴും മുതിർന്ന നേതാക്കൾ എന്താണ് കേരളത്തിലെ ജനവികാരമെന്ന് ഏതാണ്ട് ഹൈക്കമാൻഡിനെ അറിയിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതനുസരിച്ചുള്ള തീരുമാനത്തിലേക്കാണോ ഹൈക്കമാൻഡ് എത്തുക, അതോ MLA-മാരുടെ തലയെണ്ണം നോക്കിയാണോ എത്തുക, അതോ ഘടകകക്ഷികളുടെ അഭിപ്രായത്തിന് പ്രാമുഖ്യം നൽകുമോ എന്നടക്കമുള്ള കാര്യങ്ങളിലാണ് നമുക്കിനി വ്യക്തത വരേണ്ടത്. ഏതായാലും ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് വി.ഡി. സതീശൻ്റെ വീടാണ്. എറണാകുളം ദേശത്തുള്ള വീടാണ്. അവിടെ നിരവധി ആളുകളുടെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഒരുപക്ഷെ വി.ഡി. പുറത്തേക്ക് ഇറങ്ങി വരികയായിരിക്കും എന്ന് വേണം കരുതാൻ. മൊബൈൽ ഫോണുകളുമൊക്കെയായി അവിടെ ആളുകൾ വീഡിയോയുടെ ദൃശ്യങ്ങൾ എടുക്കാനായി കാത്തിരിക്കുന്നുണ്ട്. അദ്ദേഹം തിരുവനന്തപുരത്തേക്കുള്ള യാത്ര പുറപ്പെടുന്നതിനുള്ള ഒരുക്കത്തിലാണ്. ഏതാണ്ട് 7 മണിയോടുകൂടി വീട്ടിൽ നിന്ന് പുറപ്പെടുമെന്നാണ് അറിയിച്ചിരുന്നത്. അല്പം 15 മിനിറ്റ് വൈകിട്ടുണ്ട് എങ്കിലും പക്ഷേ വി.ഡി. സതീശൻ തന്റെ നിർണായക ദൗത്യത്തിനായി തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണാം. അദ്ദേഹം കാറിൽ കയറി. നേരത്തെ തന്നെ വാഹനം സജ്ജമായിരുന്നു. ചുരുക്കം ചില ആളുകൾ മാത്രം കൂടെയുണ്ട്. അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക്, തലസ്ഥാനത്തേക്ക് നിർണായകമായ ആ പ്രഖ്യാപനത്തിനായി
തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിക്കുകയാണ്. എന്താണ് ഹൈക്കമാൻഡിന്റെ മനസ്സിൽ എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. നിരവധി പ്രവർത്തകരും നേതാക്കളും VDയെ കാണാനും യാത്ര അയക്കാനുമായി അവിടെയുണ്ട്. തിരിച്ചു വരുമ്പോൾ നമ്പർ 1 സ്റ്റേറ്റ് കാറിലായിരിക്കുമോ VD തിരിച്ചു വരിക എന്നുള്ളതാണ് പ്രവർത്തകരും നേതാക്കളും ഒക്കെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ്. നമുക്ക് ദൃശ്യങ്ങളത് വ്യക്തമായി കാണാം. VD സതീശൻ ഇപ്പോൾ തലസ്ഥാനത്തേക്ക് യാത്ര പുറപ്പെടുന്നു. മാധ്യമങ്ങളോട് സംസാരിക്കാൻ VD തയ്യാറാകുന്നില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങൾ അദ്ദേഹം അങ്ങനെ സംസാരിക്കുന്നില്ല. പലപ്പോഴും മാധ്യമങ്ങളെ ഒഴിവാക്കിയുള്ള ഒരു സമീപനമാണ്. കാരണം ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളതാണല്ലോ. ഒരു പക്ഷേ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് നമ്മൾ മണിക്കൂറുകൾക്ക് ശേഷം കാണാനിരിക്കുന്ന. നവമി അവിടെ തുടരുന്നുണ്ടോ? നവമി കേൾക്കാമോ? VD പുറപ്പെട്ടു അല്ലേ? നവമി കേൾക്കാമെന്ന് കരുതുന്നു. VD സതീശൻ പുറപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. പറവൂർ എറണാകുളം ദേശത്തെ വസതിയിൽ നിന്നാണ് ഇപ്പോൾ VD സതീശൻ തിരുവനന്തപുരത്തേക്ക് തലസ്ഥാനത്തേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. അല്പസമയം മുമ്പാണ്. നവമി തുടരാം. ഇപ്പോൾ VD പുറപ്പെട്ടു. എൻ്റെ ചോദ്യം കേട്ടു എന്ന് കരുതുന്നു. കേൾക്കാമോ നവമി? ഇല്ല, സാങ്കേതിക പ്രശ്നമുണ്ട്. നവമിയിലേക്ക് വരാം. ഇപ്പോൾ ആ വീടിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിരവധി പ്രവർത്തകർ, നേതാക്കൾ, അദ്ദേഹത്തിൻ്റെ അഭ്യുദയകാംക്ഷികളൊക്കെ അവിടെ തടിച്ചുകൂടി നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ 2-3 ദിവസമായി VD ഈ വസതിയിൽ തന്നെയുണ്ട്. വലിയ പ്രതീക്ഷകളുടെ ഭാരം ഈ പ്രവർത്തകർക്ക് ഉണ്ട് എന്ന് വേണം കരുതാൻ. ജനപ്രതിനിധികളടക്കം നേതാക്കളടക്കം VD സതീശനെ വന്ന് കാണുന്നുണ്ടായിരുന്നു, സന്ദർശിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് പ്രേക്ഷകർക്കായി നൽകാനുള്ളത്. നവമിയിലേക്ക് നമുക്ക് വരണം. അവിടുത്തെ വികാരം നവമി പങ്കുവെക്കും. നവമി ഇപ്പോൾ സംസാരിക്കാൻ തയ്യാറായില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ജസ്റ്റർ, ഒരു ബോഡി ലാംഗ്വേജിൽ നിന്നൊക്കെ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ആ ക്യാമ്പ് സന്തോഷത്തിലാണോ? അതെ, വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ക്യാമ്പ്. അദ്ദേഹം എന്തായാലും വീട്ടിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടു. ഇനി തിരിച്ചു വരുമ്പോൾ നമ്പർ 1 സ്റ്റേറ്റ് കാറിൽ തന്നെ ആകുമെന്ന പ്രതീക്ഷയിലാണ്. തിരിച്ച് പ്രതിപക്ഷ നേതാവായി പോയി തിരിച്ച് മുഖ്യമന്ത്രിയായി വരും. അങ്ങനെ തന്നെയല്ലേ? തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രതീക്ഷയാണ്. ഞങ്ങൾ അതുകൊണ്ടാണ് നേരെ ഇവിടുത്തെ തന്നെ ഇവിടെ വന്ന് കാത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയായിട്ട് തന്നെ വരും, ഉറപ്പാണ്. ഞങ്ങളെല്ലാം പ്രതീക്ഷയാണ്. രാവിലെ എപ്പോ വന്ന് കയറിയുള്ളൂ. അദ്ദേഹത്തിനെ കണ്ടു യാത്രയാക്കി സന്തോഷപൂർവ്വം യാത്രയാക്കി. അദ്ദേഹം ഹാപ്പിയാണ്? തീർച്ചയായും ഹാപ്പിയാണ്. വലിയ പ്രതീക്ഷയിലാണ്. മറിച്ചൊന്നും ആവില്ല. ജനപിന്തുണയിൽ ഇന്നലെ ഇവിടെ എന്താണെന്ന് കാണിച്ചോണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടല്ലേ. തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷയിലാണ്, സന്തോഷത്തിലാണ്. വലിയ പ്രതീക്ഷയിലാണ്. ഞങ്ങൾ മാത്രമല്ല, കേരളത്തിലെ ജനങ്ങള് ഭൂരിഭാഗവും ആഗ്രഹിക്കുന്നത് കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായിട്ട് ശ്രീ VD സതീശൻ സാറ് വരണമെന്നുള്ളതാണ്. ഇന്ന് 11 മണിക്കത്തെ പ്രഖ്യാപനം ആ ഒരു ശുഭസൂചനമായി. അതിനകത്ത് യാതൊരു സംശയമില്ലാത്തൊരു കാര്യം. തീർച്ചയായും അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. കേരളത്തിലെ ജനവികാരം ഉൾക്കൊണ്ടുള്ള ഒരു തീരുമാനം തന്നെയായിരിക്കും ഹൈക്കമാൻഡ് എടുക്കുക എന്നുള്ളത് മനസ്സിലാക്കുന്നത്. എന്തായാലും ആ ഒരു ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് പ്രവർത്തകരുടെ. രഞ്ജിത്ത്, കണ്ടോ, ഒരു വാഹനത്തിൽ, ഒരു കാറിൽ നിലപാടിന്റെ ഒരേ ഒരു രാജാവ് VD സതീശൻ. VD സതീശൻ, K മുരളീധരൻ, TN പ്രതാപൻ, എല്ലാവരുടെയും, ഷിബു ബേബി ജോൺ, എല്ലാവരുടെയും ഫോട്ടോ ഒക്കെ പതിച്ചൊരു വാഹനം ഇവിടെയുണ്ട്. CM ലോഡിംഗ്, അതെ, നമ്മുടെ CM ലോഡിംഗ് എന്ന ഫോട്ടോ ഒക്കെ തന്നെ കേരള സ്റ്റേറ്റ് 1 കാറിന്റെ മുന്നിൽ VD സതീശൻ നിൽക്കുന്ന ഒരു ചിത്രം. CM ലോഡിംഗ് എന്ന് പറഞ്ഞിട്ട്, പ്രതിസന്ധിയുടെ തീച്ചൂളയിൽ ഞങ്ങളെ നയിച്ചവൻ ഞങ്ങളുടെ നേതാവ് VD സതീശൻ. അങ്ങനെ വലിയ മുദ്രാവാക്യങ്ങളും വലിയ ക്യാപ്ഷൻസ് ഒക്കെ ആയിട്ട് ഫോട്ടോയാക്കി VD സതീശന് വേണ്ടിയിട്ട്. ഞങ്ങളുടെ 4 വണ്ടിയുണ്ട്. 4 വണ്ടി ഞങ്ങൾക്ക് 4 വണ്ടി ഇതുപോലെ ചെയ്തിട്ടുണ്ട് VDSന് വേണ്ടിയിട്ട്. ഇലക്ഷന് മുന്നേ തന്നെ ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഷൊർണൂരാണ്. അപ്പൊ ഈ വാഹനം കൊണ്ട് തിരുവനന്തപുരത്തേക്ക് ഞങ്ങളിന്ന് പോകും. അവിടെ വെച്ചിട്ട് ആഘോഷ പ്രകടനം. വലിയ വിശ്വാസത്തിലാണ്. പിന്നെ 100% എങ്ങാനും മാറി വന്നാലോ? മാറില്ല. നോ ചാൻസ്. ഓക്കെയാണ്. 100%. MLA-മാരൊക്കെ സപ്പോർട്ട് നിൽക്കുന്നത് KC. നോ KC, VDS ഓൺലി. എന്തായാലും KC അല്ല, VD ആണ് എന്ന് തന്നെയാണ് പറയുന്നത്. അതിനുവേണ്ടി വാഹനത്തിൽ തന്നെ അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ ഇവർ രണ്ടുപേരുമാണ്. ഇവരുടെ ചേട്ടാ
ഇതെന്താണ് ഇങ്ങനെ ഒരു വാഹനം ഇറക്കാനുണ്ടായ കാരണം? ഞങ്ങള് താറ് പറഞ്ഞ ഒരു വണ്ടിയുണ്ട്, 2 വണ്ടിയുണ്ട്. അതിലും ഇതേമാതിരി സ്റ്റിക്കർ വർക്ക് ചെയ്തിരുന്നു. ഇതും ചെയ്തിട്ട് ഒരു പ്രാവശ്യം വന്നു. ഞങ്ങൾ സാറിന്റെ അവിടെ ഓഫീസിൽ വന്നിരുന്നു പറവൂര് വന്നിട്ട് ഞങ്ങൾ കണ്ടു. എന്നിട്ട് ഫോട്ടോ എടുത്ത് മൂപ്പരെ എന്നിട്ട് ബൈറ്റൊക്കെ കൊടുത്താണ്. അപ്പോൾ ആ മൂപ്പരോട് ചോദിച്ചു, അന്നും ചോദിച്ചപ്പോൾ പറഞ്ഞു 100-ൽ കൂടുതലേ കിട്ടുള്ളൂ, ധൈര്യത്തിൽ നിങ്ങൾ പോയിക്കോളി പറഞ്ഞു. ഉണ്ടായത്. പിന്നെ ഞങ്ങൾക്ക് ഒരു ആവേശം, എന്താ വെച്ചാൽ വീടിനെ വരണം. അത്രയും വലിയ പ്രവർത്തകരാണ്, അദ്ദേഹത്തിന് വലിയ പിന്തുണ നൽകുന്നത്. ഞാനൊക്കെ 30 കൊല്ലമായിട്ടുള്ള പ്രവർത്തകരാണ്. ഞാൻ അരിക്കുട്ടനെ കോൺഗ്രസ് പാർട്ടിയുടെ മരങ്ങളാണ്. CPM മുഹമ്മദിനൊക്കെ 536 വോട്ടിന് ഞങ്ങൾ പട്ടാമ്പിയിൽ ജയിപ്പിച്ചിട്ടുള്ളതാണ്. ഒരൊറ്റ ആൾ കാരണം ഞങ്ങൾ വീണ്ടും ഞങ്ങൾക്കത് നിർത്തിയായിരുന്നു. ഇപ്പൊ സുധീരനൊക്കെ ഇത് വാറ് നിർത്തലാക്കിയിട്ടൊക്കെ ഭരണം പോയി. ഇനിയിപ്പോ 20 കൊല്ലം ഞങ്ങൾ തുടർച്ചയായി ഭരിക്കും. വേറെ ആർക്കും ഇത് കൈവിട്ടു കൊടുക്കില്ല. വേറെ ആര് വന്നിട്ടും കാര്യമില്ല. രാഹുൽ ഗാന്ധി അടക്കം വന്നിട്ട് കാര്യമില്ല. ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. ഈ മുഖ്യമന്ത്രി ചർച്ച ഇത്രയും വൈകിയതിൽ പ്രവർത്തകരെ സംബന്ധിച്ച് നിരാശയുണ്ട്. നല്ല നിരാശ ഉണ്ടായിരുന്നു. ഇത്ര 100+2 അടിച്ചിട്ട് പ്രകടനം നടത്താൻ അടക്കം ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. ഒരു പ്രകടനം ആവുമ്പോഴേക്കും അത് ഇല്ലാതെ എല്ലാം കൂടിയിട്ട് ഒരു സന്തോഷിക്കാൻ പറ്റിയില്ല, ആളാധിക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. ഈ ഇത്രയും വലിയ ചർച്ചകളും വിവാദങ്ങളും ഒക്കെ അനാവശ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. എന്താ വെച്ചാൽ അത് ഒരു ഇതുമില്ല. അത് അപ്പൊ തന്നെ നമ്മുടെ സതീശൻ സാറെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര വലിയൊരു വിഷയം ഉണ്ടാവേണ്ട ഒരു കാരണം ഉണ്ടായിരുന്നില്ല. വെറുതെ ആവശ്യമില്ലാതെ വെച്ചുണ്ടാക്കിയ ഒരു സംഭവമാണ്. എന്തായാലും വിവാദങ്ങളെല്ലാം വളരെ വിഷമിപ്പിച്ചു എന്ന് തന്നെയാണ് പ്രവർത്തകർ പറയുന്നത്. അവർ ഈ വാഹനത്തിൽ തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുകയാണ്. അവിടെ എത്തി VD സതീശന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുക, അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയായി വരും എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തകർ തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുന്നത്. വലിയ ആത്മവിശ്വാസത്തിലാണ്. 1 മണിക്ക് തിരിച്ചു വരുന്നത് കേരള സ്റ്റേറ്റ് നമ്പർ 1 കാറിലായിരിക്കും, ഒരു സംശയമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിസ്ഥാനപരമായിട്ട് ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം കഴിഞ്ഞ 5 കൊല്ലക്കാലമായിട്ട് നിരന്തരമായിട്ട് നടത്തിയ പോരാട്ടം മാത്രമല്ല, അദ്ദേഹം ഓർഗനൈസ് ചെയ്ത കെമിസ്ട്രി ഉണ്ട്. 102 സീറ്റ്, 100 സീറ്റ് എന്തായാലും കിട്ടിയിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ വനവാസം കറക്റ്റായിട്ട് അതുപോലെ തന്നെ വന്നു. അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. യുവാക്കൾ മുഴുവൻ വിദേശത്തേക്ക് പലായനം ചെയ്യണു. ആ വിദേശത്തേക്ക് പലായനം ചെയ്യുന്ന യുവാക്കളെ ഇവിടെ പിടിച്ചു നിർത്തണം. അപ്പൊ അദ്ദേഹം ഇവിടെ അധികാരത്തിൽ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് ഉണ്ടെങ്കിൽ ഇതിനൊക്കെ ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം ഈ കേരള സമൂഹത്തിലെ യുവാക്കൾക്കുണ്ടായി. അതിന്റെ പ്രതിഫലനമാണ് കാലാകാലങ്ങളായിട്ട് LDF വിജയിക്കുന്ന ഷുവർ മണ്ഡലങ്ങള്, കുത്തക മണ്ഡലങ്ങള്. ആ കുത്തക മണ്ഡലങ്ങളില് ഈ തവണ പ്രതീക്ഷിക്കാത്ത വിജയമുണ്ടായി. എങ്ങനെയുണ്ടായത്? ജനങ്ങളുടെ വികാരമാണ്, ജനങ്ങളുടെ വിശ്വാസമാണ്. അതാണ് പ്രവർത്തകർ VD സതീശന്റെ വീടിന് മുന്നിൽ തടിച്ചുകൂടിയിരിക്കുന്ന പ്രവർത്തകർ പങ്കുവെക്കുന്ന ഒരു വികാരം. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുന്നു. ഡാനി പോൾ കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഡാനി ഉള്ളത് സതീശന്റെ തട്ടകമായ, കഴിഞ്ഞ വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി സതീശൻ നെഞ്ചിലേറ്റുന്ന മണ്ഡലമായ പറവൂരിലാണ്. അവിടുത്തെ ജനങ്ങൾക്കൊപ്പമാണ്. പറവൂരിലെ ജനങ്ങൾക്ക് മറ്റൊന്നുമല്ല ഇത്തവണ വേണ്ടത് ഡാനി, സംശയമില്ല. അവർ സതീശൻ നമ്പർ 1 സ്റ്റേറ്റ് കാറിൽ മണ്ഡലത്തിലേക്ക് തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷ സഫലമാകുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണോ അവരുള്ളത്? എന്താണ് രാവിലെ അവിടെ ഒരു ജനസംസാരം? രഞ്ജിത്ത്, പറവൂരിലെ നമ്മൾ കണ്ണംകുളങ്കര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് സമീപമാണുള്ളത്. ഈ 96ലേക്ക് VD സതീശൻ ഇവിടെ ആദ്യത്തെ അംഗത്തിലേക്ക് വരുമ്പോൾ അന്ന് പരാജയപ്പെടുന്നത് 1000-ൽ ശിഷ്ടം വോട്ടുകൾക്കാണ്. പക്ഷെ പിന്നീട് ഇങ്ങോട്ട് 2001 മുതലാണ് അദ്ദേഹത്തിന്റെ ഒരു ജൈത്രയാത്ര ഇവിടുന്ന് തുടങ്ങുന്നത്. പക്ഷേ ഈ 96ലെ പരാജയിച്ച ശേഷം അദ്ദേഹം ഇവിടുന്ന് തിരിച്ചു പോകുന്നില്ല. ഇത് കേന്ദ്രമാക്കിക്കൊണ്ട് അദ്ദേഹം പിന്നീട് ഇങ്ങോട്ടേക്ക് വരുന്നു. ഇതിപ്പോൾ 6ാം ടേമിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നു. സുദീർഘമായ 25 വർഷങ്ങൾ പിന്നിടുന്നു. ഏതായാലും ആളുകളുമായിട്ട് വളരെ അടുത്ത ഒരു ബന്ധം പുലർത്തുന്ന ഒരാളാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രതീക്ഷകളും എല്ലാം തന്നെ കൂടുതലാണ്. നമ്മളിവിടെ ഈ ക്ഷേത്രത്തിന് സമീപമുള്ള ഒരു ചായക്കടയിലാണ്. വളരെ സ്വാദിഷ്ടമായ വിഭവങ്ങൾ കിട്ടുന്ന ഒരിടം. എവിടേക്കാണ്? ഇവിടെ ഒത്തിരി ആളുകളൊക്കെ ഉണ്ട്. ഇവിടെയാണോ? ഇന്നിപ്പോ പറവൂരിന്റെ ഒരു പ്രതീക്ഷ നിറഞ്ഞൊരു ദിവസമൊക്കെ ആയിട്ടാണ് പൊതുവിൽ കാണുന്നത്. മുഖ്യമന്ത്രി ഇവിടേക്ക് എത്തുന്നൊരു പ്രതീക്ഷയാണ് പലർക്കുള്ളത്. എങ്ങനെയാണ് കാണുന്നത്? ഹോമം നടത്തിയിട്ടുണ്ട്. ആണോ? ക്ഷേത്രത്തിലാണോ ഹോമം നടത്തിയിരിക്കുന്നത്? മുഖ്യമന്ത്രിയാണ്. സംശയമില്ല. ഒരു സംശയമില്ല.
ഉറപ്പ്. അദ്ദേഹം ഈ ക്ഷേത്രത്തിനടുത്താണോ കണ്ണംകുളങ്ങര ക്ഷേത്രത്തിൽ? അല്ല, അദ്ദേഹം പെരുവാരമ്പലത്തിന്റെ അടുത്ത് താമസിക്കുന്നത് നടത്തി അയാൾക്ക് വെറുതെ പറഞ്ഞാട്ടോ എന്തായാലും ആ ഒരു വലിയ പ്രതീക്ഷയാണ്. എന്തിന്റെ ചേട്ടാ എങ്ങനെയാണ്? നല്ല വിശേഷം. രാഷ്ട്രീയത്തിന്റെ വിചിതമായി നല്ലൊരു സാമൂഹ്യ പ്രവർത്തകനും നല്ലൊരു നേതാവുമാണ്. അദ്ദേഹത്തിന് അത് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഇന്നിപ്പോ മുഖ്യമന്ത്രി അദ്ദേഹം തന്നെയാണ്, മറ്റൊരു ചിന്തകളില്ല എന്നുള്ളത് ഇല്ല എന്ന് തന്നെയാണ്. നല്ലൊരു ജനനായകനാണ്, പഠനയിച്ചവനാണ്, എല്ലാം കൊണ്ടും നല്ലൊരു നേതാവ് തന്നെയാണ്. സാമൂഹ്യ പ്രവർത്തകനാണ്. പാവപ്പെട്ടവർക്കും അതുപോലെ തന്നെ എല്ലാവർക്കും ഒരുപോലെ കാണുന്ന, രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒരേപോലെ കാണുന്ന ഒരു നേതാവാണ് വി.ഡി. സതീശൻ. അദ്ദേഹം തന്നെയായിരിക്കും മുഖ്യമന്ത്രി. വലിയ പ്രതീക്ഷകൾ ആൾക്കാർ വരുന്നത് രാവിലെ ചൂട് വടയും എല്ലാം ഇവിടുത്തെ ഓരോ പ്രത്യേകതകളും എല്ലാം തന്നെയാണ്. പറവൂരാണ് സതീശൻ. എങ്ങനെ ഇന്ന് പറവൂരുകാർ ഇന്ന് മൊത്തം പറവൂരിന്റെ ഒരു ആഘോഷ ദിവസമാണെന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. എങ്ങനെ കാണുന്നത്? തീർച്ചയായിട്ടും CM തന്നെയായിരിക്കും വി.ഡി. സതീശൻ. മാറ്റമില്ല. ഒരുപാട് തീർച്ചയായിട്ടും സതീശൻ സാറ് മുഖ്യമന്ത്രി ആവാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. സ്ത്രീകൾ നിഷ്പക്ഷരായി വോട്ട് ചെയ്തിരിക്കുന്നവരും എല്ലാവരും സതീശൻ സാറ് മുഖ്യമന്ത്രിയായി കാണാനാണ്. തീർച്ചയായിട്ടും സാറ് തന്നെയായിരിക്കും മുഖ്യമന്ത്രി. അതെ, ആ പ്രതീക്ഷയിൽ തന്നെയാണ്. ഇന്നത്തെ പുലരി സാറിൻ്റെതാണ്. ഞങ്ങൾക്കൊരു ആശങ്കയില്ല. തീർച്ചയായിട്ടും സാർ തന്നെയായിരിക്കും മുഖ്യമന്ത്രി. പറവൂർ വി.ഡി. സതീശൻ സാറിന്റെ ഒരിടം എന്ന രീതിയിൽ തന്നെയാണ് എല്ലാവരും പറഞ്ഞു വെക്കുന്നത്. ഇന്ന് വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആകുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പറവൂരിലെ ജനങ്ങളുള്ളത്. അങ്ങനെ കാണുന്നുണ്ടോ? എന്തോ ഒരു തടസ്സമുണ്ടല്ലോ, നീങ്ങണില്ല. എതിരാളികൾ കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് വി.ഡി. സതീശൻ ആയെങ്കിൽ നന്നായിരുന്നു. തടസ്സങ്ങൾ മാറുമെന്നുള്ളതാണ് അല്ലേ? തടസ്സങ്ങൾ മാറിയില്ലെങ്കിൽ വി.ഡി. സതീശൻ മാറും അല്ലേ? അങ്ങനെയുണ്ട് മനസ്സിൽ. ചെറിയ തടസ്സങ്ങൾ അദ്ദേഹം കാണുന്നുണ്ട്. എങ്ങനെയാണ് രാവിലെ എനിക്ക് പിണറായി വരണമെന്നാണ് ആഗ്രഹം. ജയിച്ച സ്ഥിതിക്ക് വീട് വരട്ടെ, പറവൂർ മുഖ്യമന്ത്രി ആവട്ടെ. മുഖ്യമന്ത്രി ആവട്ടെ കുറെ നാൾ ആഗ്രഹിച്ചല്ലേ. എന്റെ ആഗ്രഹം പിണറായി വരണമെന്നാണ്. പക്ഷേ ജനവിധി മറിച്ചായി. ഇനിയിപ്പോ വീഡിയോയിലേക്ക് കോംപ്രമൈസ് ചെയ്യാന്നുള്ളത് അതുള്ളൂ. എന്തായാലും പലരും പല രീതിയിൽ എന്നാ ഉണ്ട്. രാവിലെ എന്ത് കഴിച്ചു? അതെ, ആദ്യം തന്നെ ഇവിടെ ഇമേജ് മോശമായി. ആര് മുഖ്യമന്ത്രിയാവും എന്തെന്നുള്ളത് ഒരുപാട് നീണ്ടുപോയല്ലേ? അത് വളരെ മോശമായി. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ വി.ഡി. സതീശൻ മറ്റേ പൊതുവെ ഒരു ഇതിൽ വരുന്ന മറ്റേ ജമാഅത്തെ ഇസ്ലാം അങ്ങനെയുള്ള ഇതായിട്ടൊരു കൂട്ടുകെട്ട് അങ്ങനെയൊക്കെ നടന്നു. അപ്പം അങ്ങനെ വരുന്നത് കൊണ്ട് KC വേണുഗോപാലിനെയാണ് താല്പര്യം പൊതുവെ ആളുകൾ. പറവൂരിൽ ജനങ്ങൾ കൂടുതൽ ഒരുപക്ഷെ പറവൂരായതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു വികാരം അല്ലേ? അല്ല, നമുക്ക് അങ്ങനെ ഓരോരുത്തരുടെ ഇതാണ്. അതെ, തീർച്ചയായിട്ടും. ഓരോരുത്തരും അവരൊരു അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെയാണ് പറയുന്നത്. ഏതായാലും വലിയ തിരക്ക് കടകളിലെല്ലാം ഉണ്ടാവും. അതിനോടൊപ്പം തന്നെയാണ് ഒരു രാഷ്ട്രീയ ചർച്ചകളും എല്ലാം തന്നെ നടക്കുന്നത്. ഇവിടെയുള്ളതാണോ? എങ്ങനെയാണ് ഇന്ന് ഒരു പറവൂരിന്റെ ഒരു ദിവസം എന്ന രീതിയിലൊക്കെ തന്നെയാണ് പൊതുവിൽ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ അങ്ങനെ ആ രീതിയിൽ കാണുന്നുണ്ടോ? പറവൂരിലാണ് ഡാനി പോലുള്ളത്. അവിടെ ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ സതീശനുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. ഏതായാലും അവരൊക്കെ സതീശൻ മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹിക്കുന്ന സ്റ്റേറ്റ് കാറിൽ, 1-ാം നമ്പർ സ്റ്റേറ്റ് കാറിൽ മണ്ഡലത്തിലേക്ക് എത്തുമെന്ന് വിചാരിക്കുന്ന ആളുകൾ തന്നെയാണ്. നമുക്ക് വി അരുണിലേക്ക് ഒന്ന് പോകണം. അരുണ്, ഇതെങ്ങനെയാണ് ഇന്നത്തെ ഒരു പ്രൊസീജിയർ നമുക്ക് മനസ്സിലാകുന്നത്? ഹൈക്കമാൻഡ് നിരീക്ഷകർ എത്തും, ദീപാദാസ് മുൻഷിയുടെ സാന്നിധ്യം ഉണ്ടാകും, ഒപ്പം രമേശ് ചെന്നിത്തലയും ഈ മുഖ്യമന്ത്രി പദമോഹികളായ രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും അവർ സന്നിഹിതരാകും, MLA-മാരുണ്ടാകും. മുദ്രവെച്ച കവറിലാണ് ഈ പേര് എത്തിക്കുന്നത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഒരു 11 മണിയോടുകൂടിയെങ്കിലും ആ പേര് ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളത് നമുക്ക് പൊതുജനങ്ങളെ അറിയിക്കാൻ സാധിക്കുമോ? 11 മണിയോടുകൂടി നിരീക്ഷകരായ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും തിരുവനന്തപുരത്തെത്തും. അതിനു മുമ്പ് ദീപാദാസ് മുൻഷിയും തിരുവനന്തപുരത്തേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പ്രതിപക്ഷ നേതാവ് ഉച്ചയോടുകൂടി എറണാകുളത്ത് തിരുവനന്തപുരത്തെത്തും. രമേശ് ചെന്നിത്തല ഇവിടെയുണ്ട്. MLA-മാർ ഇന്ന് രാവിലെ തന്നെ പലരും എത്തിക്കഴിഞ്ഞു. 1 മണിക്കാണ് നിയമസഭാ കക്ഷി യോഗം. ഒരുപക്ഷെ അതിനു മുമ്പ് തന്നെ ഡൽഹിയിൽ നിന്ന് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന സൂചനകളുമുണ്ട്. എങ്കിൽ പിന്നീട് ഒരു ഔദ്യോഗികമായ ഒരു ചടങ്ങായി ഈ നിയമസഭാ കക്ഷി യോഗം മാറും. MLA-മാരെ കൺവിൻസ് ചെയ്യുക എന്ന വലിയൊരു ഉത്തരവാദിത്വം
നേതൃത്വത്തിലേക്കാകും ഹൈക്കമാൻഡ് അവിടെ കടക്കുക. അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ നിയമസഭാ യോഗത്തിന് ശേഷം മാത്രമാകും പ്രഖ്യാപനം. അങ്ങനെയെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമാകും ഈ പേര് പുറത്തു വരിക. എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. ആരാണ് മുഖ്യമന്ത്രി എന്ന തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇനി അത് പ്രഖ്യാപനം മാത്രമാണ് ബാക്കിയെന്നാണ് ഇന്നലെ ACC മാധ്യമ വിഭാഗം തലവൻ ജയറാം രമേശ് ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇനി ആ പേര് ഈ പേര് ഹൈക്കമാൻഡ് തീരുമാനിച്ചാലും അവിടെ തർക്കങ്ങൾ ബാക്കിയുണ്ട്. ഈ 3 നേതാക്കളെയും ഒരാളെയും പിണക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. 102 സീറ്റിന്റെ വലിയ ഭൂരിപക്ഷം എന്നൊക്കെ പറയുമ്പോഴും നമുക്ക് പാർട്ടി കോൺഗ്രസ് ആണ്, എന്ത് സംഭവിക്കാവുന്ന സാഹചര്യമുണ്ട്. ഒരു നേതാവ് പിണങ്ങി മാറിയാൽ തന്നെ അത് ഭരണത്തെ പ്രതികൂലമായി ബാധിക്കും. കാരണം ഈ എല്ലാ നേതാക്കൾക്കും അവരുടേതായ ആരാധക വൃന്ദവും അനുയായി വൃന്ദവും ഉണ്ട്. അത് പാർട്ടിയിൽ മാത്രമല്ല ഭരണ സംവിധാനത്തിലും അതുണ്ടാകും. ഉദാഹരണത്തിന് സെക്രട്ടേറിയറ്റ് അസോസിയേഷനിൽ പോലും ഈ 3 നേതാക്കൾക്ക് വേണ്ടിയും നിൽക്കുന്ന ആളുകളുണ്ടാകും. മന്ത്രിസഭയിലേക്ക് വരുന്നത് ഇവരുടെ വേണ്ടപ്പെട്ടവർക്ക് മാത്രം വരാനൊരു സാഹചര്യമുണ്ടാകും. അവിടെ വലിയ തർക്കമുണ്ടാകും. ഒരു കോഡിയൽ അന്തരീക്ഷത്തിലല്ല, സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിലല്ല മന്ത്രിസഭ രൂപീകരണം നടക്കുന്നതെങ്കിൽ അവിടെയും വലിയ തർക്കങ്ങളുണ്ടാകും. അത് ഭരണത്തെ ബാധിക്കുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകും. പലപ്പോഴും കോൺഗ്രസിന്റെ ഭരണം നിശ്ചലമാകുന്നതും സ്തംഭനത്തിലേക്ക് പോകുന്നതും ഒക്കെ പാർട്ടിക്കുള്ളിലെ മുന്നണിക്കുള്ളിലെ പ്രശ്നങ്ങൾ തന്നെയാണ്. അത്തരമൊരു സാധ്യത ഇവിടെയും അവശേഷിക്കുന്നു. അതുകൊണ്ടാണ് ഈ പേര് ആയ ശേഷവും ഹൈക്കമാൻഡ് തീരുമാനമെടുത്ത ശേഷവും ഈ പ്രഖ്യാപനം വൈകുന്നത്. ഇതിൽ 1-2 നേതാക്കൾ ഇപ്പോഴും ഇടഞ്ഞു നിൽക്കുന്നുണ്ട്. അതായത് ഈ സ്ഥാനം ലഭിക്കാതെ പോകുന്ന 2 നേതാക്കളെയും കൺവിൻസ് ചെയ്യുക. VD സതീശനാണ് മുഖ്യമന്ത്രിയെങ്കിൽ KC വേണുഗോപാലിനെ കൺവിൻസ് ചെയ്യുക അത്ര എളുപ്പമല്ല. കാരണം അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ ആ രീതിയിൽ ഇവിടെ ഏതെങ്കിലും ഒരു MP എന്ന അപ്പുറത്തേക്ക് ഒരു പ്രധാന പ്രതിപക്ഷ റോൾ നിർവഹിച്ചില്ലെങ്കിൽ പോലും അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഈ സംഘടനയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്നയാളാണ്. സ്ഥാനാർത്ഥികൾ പല MLA-മാരെയും അദ്ദേഹം ഈ ദിവസങ്ങളിലൊക്കെ വിളിച്ചു പറഞ്ഞത്, നിങ്ങൾക്ക് ഈ MLA സീറ്റ് തന്നത് ഞാനാണ്, നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള പണം നൽകിയ ഞാനാണ്, എന്നിട്ടും എന്തുകൊണ്ട് എനിക്കൊപ്പം നിൽക്കുന്നില്ല എന്ന ചില എതിർ നിലപാട് അറിയിച്ച MLA-മാരോട് KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചോദിച്ചിരുന്നു. അദ്ദേഹം ഈ മുഖ്യമന്ത്രി സ്ഥാനം അതിന്റെ യഥാർത്ഥ അവകാശി താനാണെന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നയാളാണ്. ഈ വലിയ വിജയത്തിനും VD സതീശന് ഒപ്പമോ അതിന് ഉപരിയോ തനിക്ക് പങ്കുണ്ടെന്ന് വിശ്വസിക്കുന്നയാളാണ്. ദേശീയ കോൺഗ്രസ് നയിക്കുന്ന നേതാവ് കൂടിയാണ്. അതിന്റെ എല്ലാ ഗരിമയും കൊണ്ട് അദ്ദേഹം കേരളത്തിലും ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ട് വിശ്വസിക്കുന്നയാളാണ്. VD സതീശനാകട്ടെ തീർത്തും ദുർബലമായിരുന്ന, തീർത്തും മൃതപ്രായമായിരുന്ന ഒരു സംഘടനയും അതുപോലെ തന്നെ ഒരു നിയമസഭാ കക്ഷിയുമാണ് ഏറ്റവും പോരാട്ട വീര്യത്തോടുകൂടി നയിക്കുകയും ഒരു വലിയ വിജയത്തിലേക്ക് അവരെ ചരിത്ര വിജയത്തിലേക്ക് അവരെ കൊണ്ടുവരികയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞാനല്ലെങ്കിൽ മറ്റാരെന്ന ചോദ്യം VD സതീശനും ഉന്നയിക്കുന്നു. 26 വയസ്സിൽ മന്ത്രിയായത് മുതലുള്ള രാഷ്ട്രീയ പാരമ്പര്യം, ഈ നേതാക്കളുടെ ഒക്കെ നേതാവെന്ന ഒരു പേര്, അത് വെച്ചാണ് രമേശ് ചെന്നിത്തല തന്റെ അവകാശവാദവുമായി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ 3 നേതാക്കളെയും ഒരുപോലെ ആശ്വസിപ്പിക്കുക, ഒരുപോലെ അവരെ ആശ്വസിപ്പിക്കുക എളുപ്പമല്ല ഹൈക്കമാൻഡ്. പക്ഷേ എങ്കിലും വലിയ പരിക്കുകളില്ലാതെ സർക്കാരിനെ, പാർട്ടിക്ക് വലിയ തട്ടുകേടുണ്ടാക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമമാണ് ഈ അവസാനവട്ടം ഒത്തുതീർപ്പ് ഫോർമുലയാണ് ഹൈക്കമാൻഡ് പരിശോധിക്കുന്നത്. അതെങ്ങനെയാകും? ഉപമുഖ്യമന്ത്രി പദങ്ങൾ ഉണ്ടാകുമോ? ഉപമുഖ്യമന്ത്രിയായി ആരെങ്കിലും മാറ്റുമോ? അല്ലെങ്കിൽ നിയമസഭാ കക്ഷി നേതാവായി ഒരാളെ കക്ഷിയിൽ പ്രത്യേക പ്രാതിനിധ്യം കൊടുക്കുമോ? അതുമല്ലെങ്കിൽ മന്ത്രിസ്ഥാനങ്ങളുടെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അവരുടെ താല്പര്യം പരിഗണിച്ചുകൊണ്ട് വകുപ്പുകൾ, ഒരാൾ മുഖ്യമന്ത്രിയാൽ മറ്റൊരാൾക്ക് ആഭ്യന്തരം, മറ്റൊരാൾക്ക് ധനം എന്നീ തുടങ്ങിയ ഒരു കോംപ്രമൈസ് ഫോർമുല വെക്കുമോ? തീർച്ചയായും ആ ഒരു ഫോർമുലയിൽ നേതാക്കൾ തൃപ്തരാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. അത്തരമൊരു ഫോർമുല കൂടി ഒരു പക്ഷേ, കാരണം നേരത്തെ അരുൺ പറഞ്ഞ പോലെ 3 നേതാക്കളെയും പിണക്കാൻ ഹൈക്കമാൻഡിനാവില്ല. 3 പേരും അവരുടേതായ രീതിയിൽ പാർട്ടിക്ക് സംഭാവന നൽകുന്ന ആളാണ്. സതീശന് കൂടുതൽ ക്ലെയിമുണ്ട് എങ്കിൽ പോലും ഈ വിജയവുമായി ബന്ധപ്പെട്ട് മറ്റു 2 പേരും അത്തരത്തിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട പങ്കാളിത്തം വഹിക്കുന്ന ആളുകൾ തന്നെയാണ്. എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ഇതിനിടെ സതീശനെ അനുകൂലിച്ച് തൊടുപുഴയിൽ വീണ്ടും ഫ്ലക്സ് ഉയർന്നു. നിയുക്ത മുഖ്യമന്ത്രിക്ക് അഭിവാദ്യങ്ങൾ എന്ന പേരിലാണ് ഫ്ലക്സ്. ഇടുക്കിയുടെ പുലിക്കുട്ടികൾ എന്ന പേരിൽ 5 UDF MLA-മാരുടെ ചിത്രങ്ങളും ഫ്ലക്സിലുണ്ട്. മിനി ലോറി വർക്കേഴ്സ് കാഞ്ഞിരമറ്റം ബൈപ്പാസ് INTUC എന്ന പേരിലാണ് ഫ്ലക്സ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇതിനിടയിൽ നമ്മളൊക്കെ മറന്നുപോയ ഒരു തോൽവിയുണ്ട്. ഈ വിജയത്തിനിടയിൽ കോൺഗ്രസിന്റെ തർക്കവും ബഹളവും ഒക്കെ ആയപ്പോൾ ജനങ്ങൾ പതിയെ മറന്ന, പക്ഷേ ഈ ഒരു തർക്കമില്ലായിരുന്നെങ്കിൽ കാര്യമായി ചർച്ച കേരളത്തിൽ ഉണ്ടാകേണ്ട ഒരു വൻ തോൽവി സംഭവിച്ചത് CPM-നാണ്, പിണറായി വിജയനാണ്, സംശയമില്ല.
ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 ദിവസങ്ങളായി CPM സംസ്ഥാന സമിതി ചേരുന്നുണ്ട്. സംസ്ഥാന സമിതിയിൽ നേതൃത്വത്തിന് അതിരൂക്ഷ വിമർശനം എന്നുള്ള പ്രധാനപ്പെട്ട വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. സംഘടനാ തലത്തിൽ CPM-ന് ഗുരുതരമായ വീഴ്ച പറ്റി ന്യൂനപക്ഷങ്ങളിൽ നിന്ന് അകന്നത് തിരിച്ചറിയാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല. വെള്ളാപ്പള്ളിയോടുള്ള പിണറായിയുടെ സമീപനത്തിലും വിമർശനമുണ്ടായി. കണ്ണൂരിലെ പാർട്ടിയിലെ കലാപം ഗൗരവത്തോടെ കാണണമെന്നും പയ്യന്നൂരിലും തളിപ്പറമ്പിലും വലിയ വീഴ്ച സംഭവിച്ചുവെന്നും സംസ്ഥാന സമിതി വിലയിരുത്തി. പാർട്ടി തിരുത്തണം, PK ശ്യാമളയുടെ സ്ഥാനാർത്ഥമടക്കം പാടില്ലായിരുന്നു എന്നും TI മഹസൂദിനെതിരായ ആക്ഷേപം ഗുരുതരമെന്നും സംസ്ഥാന സമിതിയിൽ വിമർശനമുണ്ടായി. അത്തരത്തിലൊരു വിലയിരുത്തലുണ്ടായി, തിരിച്ചറിവുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം CPI-ക്കെതിരെയും വിമർശനമുണ്ടായി എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. VV അരുൺ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. അരുൺ, വൈകിയുള്ള തിരിച്ചറിവാണ് പ്രശ്നങ്ങളുടെ തുടക്കം മുതൽ തന്നെ ഇത് പരിഹരിക്കാൻ ശ്രമിക്കാതിരുന്ന സംഘടനയോടുള്ള വലിയ തോതിലുള്ള വീഴ്ച അത് സംസ്ഥാന സമിതിയിൽ പല അംഗങ്ങളും ചൂണ്ടിക്കാട്ടുകയാണ്. നമുക്കറിയാം, ഇതിന് മുൻപ് വാതുറക്കാതിരുന്ന പല ആളുകളുമാണ് ഈ തോൽവിക്ക് ശേഷം ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്താണ് സംസ്ഥാന സമിതിയിൽ ഉണ്ടായ പ്രധാനപ്പെട്ട വിമർശനങ്ങൾ? രഞ്ജിത്ത്, സമീപകാലത്തും CPM-ന്റെ ഒരു നേതൃയോഗത്തിൽ, സംസ്ഥാന നേതൃയോഗത്തിൽ ഉയർന്നു വരാത്ത തരത്തിലുള്ള വിമർശനം ഇന്നലെ സംസ്ഥാന സമിതിയിലുണ്ടായി. കഴിഞ്ഞ ആഴ്ച ചേർന്ന സെക്രട്ടേറിയറ്റിലും അത്തരത്തിലുള്ള വിമർശനമാണ് ഉയർന്നു വന്നത്. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല, ഭരണവിരുദ്ധ വികാരമല്ല തെരഞ്ഞെടുപ്പ് തോൽവി കാരണമെന്ന റിപ്പോർട്ടാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തയ്യാറാക്കി സംസ്ഥാന സമിതിയിൽ കൊണ്ടുവന്നത്. അതേസമയം തന്നെ പാർട്ടിക്കാണ് വീഴ്ച പറ്റിയതെന്ന് തുറന്നു സമ്മതിക്കാൻ, അതായത് അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ സേഫാക്കാനുള്ള ശ്രമം കൂടി ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം. പാർട്ടിക്ക് ആണ് വീഴ്ചയുണ്ടായത്, എല്ലാം നേതൃത്വത്തിന്റെ വീഴ്ചയെന്ന ഒരു കുറ്റസമ്മതമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തയ്യാറാക്കി സംസ്ഥാന സമിതിയിൽ വെച്ച റിപ്പോർട്ടിൽ ഉള്ളത്. എല്ലാ തലത്തിലും, അത് ബ്രാഞ്ച് തലം മുതൽ ഒരുപക്ഷെ പൊളിറ്റ് ബ്യൂറോ വരെ അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റി വരെ എല്ലാ തലത്തിലും സംഘടനാ വീഴ്ച സംഭവിച്ചുവെന്ന് CPM ഏറ്റുപറയുകയാണ്. ജനങ്ങൾക്ക് മനസ്സിലാകും വിധം പാർട്ടി നയം വിശദീകരിക്കാനായില്ല. പാർട്ടി പലപ്പോഴും കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞുവെങ്കിലും അത് ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിലായിരുന്നില്ല പാർട്ടി കാര്യങ്ങൾ വിശദീകരിച്ചത്. നയപരമായ പ്രശ്നങ്ങളിൽ നേതൃത്വം വ്യക്തത വരുത്തിയില്ല എന്ന് CPM ഏറ്റുപറയുന്നു. കണ്ണൂരിലെ കലാപം സംസ്ഥാനത്താകെ പാർട്ടിക്ക് തിരിച്ചടിയുണ്ടാക്കി. പാർട്ടിയുടെ ഏറ്റവും ഉറച്ച കോട്ടയാണ് കണ്ണൂർ. അവിടെയാണ് ഒരു ജില്ലാ സെക്രട്ടറി അംഗവും ജില്ലാ കമ്മിറ്റി അംഗവും പാർട്ടി വിട്ടുപോയത്. നിസാര പ്രശ്നങ്ങളിലല്ല. ഒരാൾ രക്താക്ഷി ഫണ്ട് ആരോപണത്തിൽ, മറ്റൊരാൾ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയുടെ സ്ഥാനാർത്ഥിയുടെ പേരിലാണ് പാർട്ടി വിട്ടുപോയത്. അത് തിരുത്താൻ, അത് തടയാൻ, അവരെ ഒപ്പം നിർത്താൻ കഴിയാതെ പോയി എന്ന വിമർശനം ഉയർന്നു വന്നു. ന്യൂനപക്ഷങ്ങൾ പാർട്ടിയിൽ നിന്ന്, മുന്നണിയിൽ നിന്ന് അകന്നുപോയി, അത് തിരിച്ചറിയാൻ CPM-ന് കഴിയാതെ പോയി. വെള്ളാപ്പള്ളി നടേശന്റെ ഇടപെടലുകൾ വലിയ തിരിച്ചടി ഉണ്ടാക്കിയെന്ന് സംസ്ഥാന സമിതിയിൽ അതിരൂക്ഷ വിമർശനം ഉയർന്നു വന്നു. വെള്ളാപ്പള്ളിയോടുള്ള മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയന്റെ സമീപനത്തിലും വലിയ പാളിച്ചകളുണ്ടായി. അതിലും കടുത്ത വിമർശനമാണ് യോഗത്തിൽ വന്നത്. വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയാൻ CPM നേതൃത്വമോ മുഖ്യമന്ത്രിയോ തയ്യാറാകാതിരുന്നത് ന്യൂനപക്ഷങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റിയെന്നാണ് സംസ്ഥാന സമിതി അംഗങ്ങൾ ഈ സംസ്ഥാന സമിതി യോഗത്തിൽ വാദിച്ചത്. അണികൾ മാത്രമല്ല കണ്ണൂരിൽ അകന്നത്, കണ്ണൂരിലെ പാർട്ടിയിലെ കലാപം സമാനതകളില്ലാത്തതാണ്. അവിടെ അണികൾ മാത്രമല്ല പാർട്ടിയിൽ നിന്ന് അകന്നുപോയത്, അംഗങ്ങൾ പോലും, പാർട്ടി അംഗങ്ങൾ പോലും അകന്നുപോയി എന്ന വിമർശനം സംസ്ഥാന സമിതി യോഗത്തിൽ ഉയർന്നു വന്നു. പയ്യന്നൂരിലും തളിപ്പറമ്പിലും ഉണ്ടായത് വൻ വീഴ്ചയാണ്. PK ശ്യാമളയുടെ ജില്ലാ കമ്മിറ്റി അംഗം, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദിന്റെ ഭാര്യ കൂടിയ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. അത് ഒഴിവാക്കേണ്ട ഒരു കാര്യമായിരുന്നു. വിമർശനം വന്നപ്പോഴെങ്കിലും അവരെ ഒഴിവാക്കണമായിരുന്നു. അതുണ്ടായില്ല. TI മധുസൂദനെതിരെ ആരോപണം അതീവ ഗുരുതരമായിരുന്നു. ആക്ഷേപം ഗൗരവത്തോടെ കണ്ടില്ല. അവിടെ അത് തിരുത്തി മുന്നോട്ട് പോകേണ്ട ഒന്നായിരുന്നു. പാർട്ടിയിൽ വേണ്ടത് അടിമുടി തിരുത്താണ്. അടിമുടി തിരുത്ത് പറയുമ്പോൾ അടിമുടി അഴിച്ചുപണിയിലേക്ക് പോലും CPM പോകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഈ തിരുത്തലുകൾ ചർച്ച ചെയ്യാൻ, തെറ്റിതിരുത്തി മുന്നോട്ട് പോകാൻ പാർട്ടി പ്ലീനം വിളിക്കണം. പൊളിറ്റ് ബ്യൂറോ യോഗത്തിൽ ഉയർന്ന ആവശ്യം ഒരു പ്ലീനം ചെയ്യണം എന്നുള്ളതായിരുന്നു. എക്കാലത്തും വലിയ പ്രതിസന്ധികളിൽ കടന്നു പോകുമ്പോൾ CPM ഈ സമ്മേളനങ്ങൾക്കിടയിലുള്ള കാലത്താണെങ്കിൽ പാർട്ടി പ്ലീനം ചേരാറുണ്ട്. അത്തരത്തിലൊരു പ്ലീനം വേണമെന്ന ആവശ്യം ഇന്നലത്തെ സംസ്ഥാന സമിതി യോഗത്തിൽ ഉയർന്നു വന്നു. CPM-ലെ ചർച്ചകൾ ഏതായാലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ കോൺഗ്രസിലെ ബഹളത്തിനിടയിൽ മുങ്ങിപ്പോയ ചില ചർച്ചകളും ചില വിമർശനങ്ങളും ഒക്കെയാണ് CPM-യുമായി ബന്ധപ്പെട്ട ചരിത്രത്തിലില്ലാത്ത വിധമുള്ള തോൽവി ഏറ്റുവാങ്ങിയ ഒരു സംവിധാനം കൂടിയായി CPM മാറുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയൊക്കെ വലിയ വിമർശനം ഉയരേണ്ടതാണ്. പക്ഷേ തൽക്കാലം അത് സംഭവിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പകരം നേതൃത്വത്തിനെതിരെ, പാർട്ടി നേതൃത്വത്തിനും സംഘടനാ സംവിധാനത്തിനുമെതിരെയും മറ്റുമാണ് ഇപ്പോൾ സംസ്ഥാന സമിതിയിൽ വിമർശനം ഉയർന്നത് എന്ന് വേണം കാണാൻ. മറ്റൊരു വാർത്ത, മുഖ്യമന്ത്രി പ്രഖ്യാപനം കാത്തിരിക്കുകയാണ് ഘടകകക്ഷികളും എന്നുള്ളതാണ്. ഇതിനിടയിൽ നവമി റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് VD സതീശിനൊപ്പം കുടുംബാംഗങ്ങളും
തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിൽ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിൽ വാഹനത്തിലുണ്ടായിരുന്നു എന്നുള്ള വിവരം കൂടിയുണ്ട്. പക്ഷേ ഘടകകക്ഷികൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം കാത്തിരിക്കുകയാണ്. ലീഗ് ഉൾപ്പെടെയുള്ളവരുടെ നിലപാടുകളും ഇതിനകം ചർച്ചയായിട്ടുണ്ട്. CV അനുമോദ് ചെയ്തു. അനുമോദ്, ലീഗ് പല നേതാക്കളും അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട് വി ഡി സതീശനാണ് അവരുടെ മനസ്സിൽ, സംശയമില്ല. ലീഗിന് സതീശൻ തന്നെയാണ് താല്പര്യം. KC വേണുഗോപാലിനോട് അവർക്കത്ര പ്രിയമില്ല. അത് പട നയിച്ചവൻ തന്നെ കേരളം നയിക്കട്ടെ എന്നുള്ള തരത്തിലുള്ള അഭിപ്രായത്തിലേക്ക് അവരെത്തിയിട്ടുണ്ട്. മറിച്ചൊരു തീരുമാനമുണ്ടായാൽ സ്വീകരിക്കേണ്ട നിലപാടിനെക്കുറിച്ച് എന്തെങ്കിലും ധാരണ ലീഗിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ടോ? അത്തരം ചർച്ചകൾ ആ പാർട്ടിയിൽ സംഭവിക്കുന്നുണ്ടോ? രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് UDF MLA-മാരിൽ ഒരാളാകണം മുഖ്യമന്ത്രി എന്ന നിലപാട് അവർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. നേരത്തെ തന്നെ പരസ്യമായിട്ട് അത് പറഞ്ഞതുമാണ്. അതിലൊരു മാറ്റം വരുത്തിയിട്ടില്ല. വി ഡി സതീശനാണ് പ്രതിപക്ഷ നേതാവായിട്ട് തെരഞ്ഞെടുപ്പിനെ മുഴുവൻ മുന്നിൽ നിന്ന് നയിച്ചത്. വി ഡി സതീശനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ആളുകൾ വോട്ട് ചെയ്തത്. അതുകൊണ്ട് വി ഡി സതീശനെ തന്നെ മുഖ്യമന്ത്രിയാക്കണമെന്ന നിലപാടിൽ ലീഗ് ഉറച്ചു നിൽക്കുകയാണ്. ലീഗിന്റെ ഈ നിലപാട് സ്വാഭാവികമായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ച് ചില പ്രതിസന്ധിയല്ല തീർത്തിരിക്കുന്നത്. പല സമവായങ്ങൾക്ക് ശ്രമിച്ചെങ്കിലും ലീഗ് അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. വി ഡി സതീശൻ തന്നെ വരണം എന്നുള്ളതാണ്. ഇനി അതല്ലാതെ ഈ ലീഗിന്റെ ഇത്രയും വലിയൊരു പ്രതിരോധമൊക്കെ മറികടന്ന് മറ്റൊരു തീരുമാനത്തിലേക്ക് എത്തിയാൽ ലീഗ് സ്വാഭാവികമായിട്ടും അതിനെ അംഗീകരിക്കും. കാരണം കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണെന്ന് പറഞ്ഞ് പരസ്യമായിട്ട് പ്രതികരിക്കുകയും ചെയ്യും. പക്ഷേ UDF-നുള്ളിൽ ഈ കാര്യങ്ങൾ ലീഗ് ഉന്നയിക്കുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം മുസ്ലിം ലീഗ് ഈ ഒരു വലിയൊരു വിജയം നേടിയതിന്റെ തിളക്കം മുഴുവൻ കോൺഗ്രസിന്റെ പടലപ്പിണക്കവും ഗ്രൂപ്പ് പോരും കാരണം നഷ്ടമായി എന്ന് തുറന്നടിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ ഉള്ളത്. ഇന്നലെ കുഞ്ഞാലിക്കുട്ടിയൊക്കെ ഒരു മയപ്പെട്ട് സംസാരിച്ചത് ഒരുപക്ഷെ മുന്നണിയിൽ അത് മറ്റൊരു പ്രതിസന്ധിയിലേക്ക് പോകേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ്. ലീഗിനുള്ളിൽ കടുത്ത അതൃപ്തിയുണ്ട് കോൺഗ്രസിന്റെ ഈ സമീപനത്തിലും നിലപാടിലും ഒക്കെ. അതിന് പുറമെയാണ് ഇപ്പോൾ ഇന്നലെ NSSന്റെ ഭാഗത്തുള്ള വിമർശനം കൂടി വന്നിരിക്കുന്നത്. NS-നോട് പ്രതികരിക്കേണ്ടതില്ല എന്ന നിലപാടാണ് മുസ്ലിം ലീഗ് സ്വീകരിച്ചിരുന്നത്. കാരണം അതൊരു സാമുദായിക സംഘടനയാണ്. സാമുദായിക സംഘടനകൾ പറയുന്ന കാര്യങ്ങളിൽ മുസ്ലിം ലീഗ് അഭിപ്രായം പറയേണ്ടതില്ല, അത് മറ്റൊരു പ്രശ്നങ്ങളിലേക്ക് പോകുമെന്ന തരത്തിൽ ആണ് ലീഗിനുള്ളിലെ ഇക്കാര്യത്തിലൂടെയുള്ള നിലപാട്. അതുകൊണ്ട് തന്നെ NSS-നോട് പ്രതികരിക്കില്ല എന്ന നിലപാടാണ് ലീഗ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ചോദ്യങ്ങൾ വരും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ന് നേതാക്കൾ എന്താണെങ്കിലും മാധ്യമങ്ങൾ കാണും. മാധ്യമങ്ങൾ കാണുമ്പോൾ സ്വാഭാവികമാണ് ചോദ്യം വരും. അതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളത് നമുക്ക് വരും മണിക്കൂറിൽ മാത്രമേ കണ്ടറിയാൻ കഴിയുകയുള്ളൂ. എന്നിരുന്നാലും ഇന്ന് മുസ്ലിം ലീഗ് കാത്തിരിക്കുന്നത് ഈ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കിയുള്ള ആ പ്രഖ്യാപനത്തിനായിട്ടാണ്. അത് അംഗീകരിക്കും എന്നുള്ള കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനമാണ് ലീഗ് പ്രതീക്ഷിക്കുന്നത്. ഇനി അതല്ലാതെ മറ്റൊരു തീരുമാനം വന്നാലും ലീഗ് അതൃപ്തി പരസ്യമായിട്ട് പ്രകടിപ്പിക്കുമോ എന്ന് പറയാനാകില്ല. മുന്നണിയുടെ തീരുമാനം, കോൺഗ്രസിന്റെ തീരുമാനം അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോഴും പ്രശ്നങ്ങൾ അവർ മുന്നണിക്കുള്ളിൽ ഉന്നയിക്കുക തന്നെ ചെയ്യും. അത് UDF-ൽ തുടക്കത്തിൽ തന്നെ കല്ലുകടിയാവുന്ന ഒരു സാഹചര്യം തീർക്കുകയും ചെയ്യും. രഞ്ജിത്ത്, ലീഗ് ഏതായാലും അതുമായി ബന്ധപ്പെട്ട ചില തീരുമാനങ്ങൾ ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നലെയാണ് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണ് മുഖ്യമന്ത്രി തെരഞ്ഞെടുക്കുന്നത്, അത് ഘടകകക്ഷികൾ ഇതിൽ ഇടപെടരുത് എന്നും മറ്റും G. സുകുമാരൻ നായരുടെ പ്രസ്താവന വന്നത്. തീരുമാനം വൈകുന്നതിൽ ദുരൂഹതയുണ്ടെന്നും നിലവിലെ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ UDF-ന് 30 സീറ്റ് പോലും കിട്ടില്ല എന്നും സുകുമാരൻ നായർ പറഞ്ഞതും ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമായ ഒന്നാണ്. G. ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരും. ശ്രീജിത്ത്, ഇപ്പോൾ സുകുമാരൻ നായരുടെ പ്രസ്താവനയെ പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ച അസ്വസ്ഥമാക്കിയിട്ടുണ്ട് NSS-നെ, സംശയമില്ല അക്കാര്യത്തിൽ. ഇപ്പോൾ അത് ഈ വികാരം ഇന്നലെ അദ്ദേഹം തുറന്നു പറയുകയും മറ്റും ചെയ്തു. എന്താണ് മനസ്സിലാക്കേണ്ടത് NSS-ന്റെ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ നിന്ന്? രണ്ട് കാര്യങ്ങളുണ്ട് രഞ്ജിത്ത് NSS പറഞ്ഞതിൽ. ഒന്ന്, ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുടെ ഇടപെടലാണ് ഈ കോൺഗ്രസിന് സ്വതന്ത്രമായി കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയാതെ വന്നത്. ഘടകകക്ഷികൾ എന്തിനാണ് കോൺഗ്രസിന്റെ കാര്യത്തിൽ ഇടപെടുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചോദിച്ചത്. രണ്ടാമത്തേതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലീഗിൽ നിന്ന് വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുക്കണം. അതാണ് ഒരു സുഗമമായ നടത്തിപ്പിന് നല്ലത് എന്നുള്ളത്. അതായത് രഞ്ജിത്ത്, 2011 നമുക്കറിയാം ഉമ്മൻചാണ്ടി സർക്കാരിൽ രമേശ് ചെന്നിത്തലയ്ക്ക് താക്കോൽ സ്ഥാനം വേണം എന്ന നിലയിൽ NSS നടത്തിയ നീക്കം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അന്ന് 3 കൂകളാണ്, അതായത് കുഞ്ഞുമാണി, കുഞ്ഞാലിക്കുട്ടി, കുഞ്ഞൂഞ്ഞ് എന്നിവരാണ് കേരളം ഭരിക്കുന്നത്. ന്യൂനപക്ഷ സ്വാധീനമാണ് ആ സർക്കാരിലുള്ളത് എന്നാണ് അന്ന് അതിനുവേണ്ടി ഒരു ആയുധമായി G. സുകുമാരൻ നായർ ഉന്നയിച്ചിരുന്നത്. സമാനമായ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് വേണം ഇപ്പോഴത്തെ പ്രസ്താവനയിൽ നിന്ന് വായിച്ചെടുക്കാൻ. അതായത് ഒന്ന്, ലീഗിന്റെ ഒരു അപ്രമാദിത്വം ഒഴിവാക്കാനാണ് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പായ വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കണം എന്ന ആവശ്യം ഉന്നയിക്കുന്നത്. രണ്ടാമത്, വി ഡി സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നു
എന്ന സൂചനകൾ NSS കൂടി ലഭിച്ചതോടുകൂടിയാണ് അതിന് കാരണമാകുന്നത് ലീഗാണ് എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളിലേക്ക് അദ്ദേഹം എത്തുന്നത്. അത് ദുരൂഹമാണ്, ഇത്തരം സമ്മർദ്ദങ്ങൾ എന്നുകൂടി അദ്ദേഹം പറയുകയാണ് ചെയ്യുന്നത്. ഫലത്തിൽ ഒരു ലീഗിന്റെ അപ്രമാദിത്വമുള്ള സർക്കാർ വരാൻ പോകുന്നു, അല്ലെങ്കിൽ ലീഗിന്റെ തീരുമാനത്തിന് വിധേയപ്പെടുന്ന ഒരു സർക്കാർ വരാൻ പോകുന്നു എന്ന ഒരു രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കാനാണ് സുകുമാരൻ നായർ ശ്രമിക്കുന്നത്. എന്തായാലും സുകുമാരൻ നായരുടെ ഈ പ്രസ്താവന ഫലത്തിൽ കോൺഗ്രസ് കേന്ദ്രങ്ങളെ ചൊടിപ്പിച്ചിട്ടുണ്ട്. പലരും അതിനെതിരെ പരോക്ഷമായെങ്കിലും വിമർശനം ഉന്നയിക്കുന്നുണ്ട്. സുകുമാരൻ നായർക്ക് എന്ത് അധികാരമാണ് ഉള്ളത് എന്ന തരത്തിലുള്ള ചില പ്രതികരണങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. പക്ഷെ അതൊരു പരസ്യ പ്രതികരണമായി വരുമോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം. അതാണ് NSSന്റെ നിലപാട്. ഇന്നലെ NSS ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമാക്കുകയുണ്ടായി. ഇതിനിടയിൽ ജനാധിപത്യത്തിന് അപമാനമാണ് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി തർക്കമെന്ന് CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ. അപമാനം അഭിമാനമായാണ് കോൺഗ്രസ് കാണുന്നതെന്നും കേരളത്തിന്റെ ചരിത്രത്തിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ഒരു പാർട്ടിക്ക് കഴിയാത്തത് ഇതാദ്യമാണെന്നും പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞു. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ലോകത്തിന്റെ കണ്ണുകൾ ഇന്ന് ചൈനീസ് തലസ്ഥാനമായ ബീജിംഗിലേക്കാണ്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും അല്പസമയത്തിനകം ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് അവർ ഗാർഡ് ഓഫ് ഓണർ അടക്കം സ്വീകരിക്കുന്നതാണ്. ട്രംപ് ഷീ ജിൻ പിങ്ങുമായി ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കുന്നു. വിവിധ സേനാ വിഭാഗങ്ങളുടെ അല്പസമയത്തിനകമാണ് ഇവരുടെ ചർച്ചകൾ ആരംഭിക്കുക എന്നും നമുക്ക് വ്യക്തമാകുന്നുണ്ട്. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് ചൈനയുടെ സഹായം തേടുമെന്നാണ് സൂചനകൾ. വ്യാപാര കരാറും തായ്വാൻ വിഷയവും ചർച്ചയാകും. ബീജിംഗിലെത്തിയ അമേരിക്കൻ സംഘത്തിൽ ഇലോൺ മസ്കും ടിം കുക്കും അടക്കമുള്ള പ്രമുഖ വ്യവസായികളുമുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയം. നമുക്കറിയാം, ട്രംപും അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധം അത് ലോകക്രമത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒന്നാണ്. അവിടെയാണ് ഇപ്പോൾ ഒരു സമവായ വഴിയിലേക്ക് ട്രംപ് നടന്നെത്തുന്നത്. പലതവണ മാറ്റിവെച്ച ട്രംപിന്റെ സന്ദർശനം കൂടിയാണ് ഇത്. നമുക്ക് ദൃശ്യങ്ങളൊന്ന് കാണാം. VR കാർത്തിക് വിവരങ്ങളുമായി ചേരും. കാർത്തിക്, ലോകം കാത്തിരിക്കുന്ന കൂടിക്കാഴ്ചയാണ്, സംശയമില്ല. ഒരു സമവായം നിലയിലേക്ക് ഈ രണ്ട് വൻ ശക്തികൾ എത്തിയാൽ, വ്യാപാര കരാറിലടക്കം വ്യത്യാസങ്ങളുണ്ടായാൽ പല യുദ്ധങ്ങളും തീരാനുള്ള സാഹചര്യമുണ്ട്. ഹോർമുസിലെ പ്രശ്നം അവസാനിപ്പിക്കുക എന്നുള്ള വലിയൊരു കടമ്പ ട്രംപിൻ്റെയും ഒപ്പം ഷീ ജിൻ പിങ്ങിൻ്റെയും മുന്നിലുണ്ട്. ഇതിലൊക്കെ വിശദമായി തന്നെ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് കരുതാമോ? രഞ്ജിത്ത്, 2017 ശേഷം ഒരു US പ്രസിഡന്റ് ചൈന സന്ദർശിക്കുന്നത് ആദ്യമാണ്. ആ അർത്ഥത്തിൽ തന്നെ വലിയ പ്രത്യേകതകളുള്ള ഒരു സന്ദർശനമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ആവേശകരമായ സ്വീകരണമാണ് ട്രംപിന് ബീജിംഗിൽ ലഭിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായി ഉള്ള കൂടിക്കാഴ്ച ആരംഭിക്കും. ഈ കൂടിക്കാഴ്ചയിൽ പ്രധാനമായും ചർച്ചയാകുന്നത് 3 വിഷയങ്ങളാണ്. 1, പശ്ചിമേഷ്യൻ യുദ്ധം. 2, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാറും അതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രശ്നങ്ങളും. 3, തായ്വാൻ വിഷയം. അമേരിക്കയിൽ നിന്ന് ബീജിംഗിലേക്ക് പുറപ്പെടും മുമ്പ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് ട്രംപ് മറുപടി പറഞ്ഞത് ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാൻ ചൈനയുടെ സഹകരണമോ സഹായമോ ആവശ്യമില്ല എന്നാണ്. പക്ഷേ ഈ സന്ദർശനത്തിൽ പ്രധാനമായും ചർച്ചയാവുക പശ്ചിമേഷ്യൻ യുദ്ധത്തിലെ നിലവിലെ സാഹചര്യം തന്നെയാണ്. കാരണം പാകിസ്ഥാനെ മധ്യസ്ഥരാക്കിക്കൊണ്ട് ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ, അതായത് നയതന്ത്ര ചർച്ചകൾ, സമാധാന കരാറിലേക്ക് എത്താനുള്ള നയതന്ത്ര ചർച്ചകൾ, അതിന് പാകിസ്ഥാനാണ് നേതൃത്വം നൽകുന്നത് എങ്കിൽ കൂടിയും ചൈനയ്ക്ക് ഈ വിഷയങ്ങളിൽ നിർണായക സ്വാധീനമുണ്ട് എന്ന് അമേരിക്ക വിലയിരുത്തുന്നു. മാത്രമല്ല, പല നയതന്ത്രപരമായ ഇടപെടലുകളും അതോടൊപ്പം തന്നെ തീരുമാനങ്ങളും ഇറാൻ കൈക്കൊള്ളുന്നത് ചൈനയോടുകൂടി ആലോചിച്ചാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ആ പശ്ചാത്തലത്തിൽ ഇറാനുമേൽ ചൈനയ്ക്കുള്ള സ്വാധീനം ഉപയോഗിക്കുക. മാത്രമല്ല, ട്രംപിന് വരും കാലങ്ങളിൽ വലിയ പ്രതിസന്ധികൾ മുന്നിലുണ്ട്. അതായത് ഇടക്കാല തെരഞ്ഞെടുപ്പ് അമേരിക്കയിൽ നടക്കുന്നുണ്ട്. അതിന് മുന്നോടിയായി തന്നെ ഒരു സമാധാന കരാറിലേക്ക് എത്തിച്ചേരണം. മാത്രമല്ല, വ്യാപാര കരാറിലടക്കം
നിർണായക തീരുമാനങ്ങളിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അതിൽ അമേരിക്ക ഉപയോഗിക്കാൻ പോകുന്നത് ഇറാന് മേൽ ചൈനയ്ക്കുള്ള സ്വാധീനം അത് ഉപയോഗപ്പെടുത്തി ഹോർമൂസ് തുറക്കുക, ഒരു സമാധാന കരാറിലേക്ക് ഇറാനെ എത്തിക്കുക. ഇതാണ് ഒന്നാമത്തെ ചർച്ചാ വിഷയം. 2 വ്യാപാര കരാറാണ്. 2025 ഇരു രാജ്യങ്ങളും തമ്മിൽ പരസ്പരം തീരുവയും പിഴത്തീരുവയും ഒക്കെ ചുമത്തിയത് ലോകത്തിലെ 2 വലിയ സമ്പദ് വ്യവസ്ഥകൾ തമ്മിലുള്ള വലിയ വാക്പോരിനും അതോടൊപ്പം തന്നെ ഒരു സാമ്പത്തിക യുദ്ധത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിക്കുമോ എന്ന ആശങ്കയുണ്ടായിരുന്നു. എന്തായാലും ട്രംപിൻ്റെ തീരുവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടുത്തെ കോടതികൾ തന്നെ റദ്ദാക്കി. എങ്കിലും ആ വ്യാപാര കരാർ സൃഷ്ടിച്ച പ്രതിസന്ധികൾ ഇപ്പോഴും അമേരിക്കയ്ക്ക് മുന്നിലുണ്ട്. ഒന്ന്, അമേരിക്ക ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സോയാബീൻ അത് ഇറക്കുമതി ചെയ്യുന്നത് ചൈനയാണ്. ഈ ഇറക്കുമതിയിൽ വലിയ തോതിലുള്ള ഇടിവ് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അത് അവിടുത്തെ കാർഷിക മേഖലയെ വലിയ തോതിൽ ബാധിച്ചിട്ടുമുണ്ട്. മറ്റൊന്ന്, ബീഫ് അടക്കമുള്ളവയുടെ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മറ്റൊന്ന്, അപൂർവ ഭൂമി ധാതുക്കൾ. അമേരിക്കയുടെ വ്യാപാര കരാറിലെ പിഴത്തീരുവയ്ക്ക് എതിരായി ചൈന കടുത്ത നടപടികൾ സ്വീകരിച്ചിരുന്നു. അത് അന്ന് തന്നെ വലിയ വാർത്തയാവുകയും ചെയ്തതാണ്. അതിലേറ്റവും പ്രധാനം അപൂർവ ഭൂമി ധാതുക്കളുടെ കയറ്റുമതിയാണ്. ലോകത്തിലെ തന്നെ 80% അപൂർവ ഭൂമി ധാതുക്കളും ഉള്ളത് ചൈനയിലാണ്. ഇത് കയറ്റുമതി ചെയ്യുന്നതിൽ ചില നിയന്ത്രണങ്ങൾ ചൈന അന്ന് കൊണ്ടുവന്നു. ഇത് അമേരിക്കയിൽ വലിയ തോതിലുള്ള പ്രതിസന്ധിക്ക് വഴിവെച്ചു. ഇതടക്കമുള്ള കാര്യങ്ങളിൽ ചർച്ചകൾ ഉണ്ടാകും. മാത്രമല്ല, AI സാങ്കേതിക വിദ്യയിലടക്കം ഇരു രാജ്യങ്ങളും തമ്മിൽ പരസ്പരമുള്ള സഹകരണം അത് സംബന്ധിച്ച ചർച്ചകളും ഇന്നത്തെ യോഗത്തിൽ നടക്കും. 3, തായ്വാൻ വിഷയമാണ്. തായ്വാൻ ഒരു സ്വതന്ത്ര ദ്വീപാണ്. അവർക്കൊരു സ്വതന്ത്രാധികാരമുള്ള രാജ്യം എന്നാണ് അമേരിക്കയുടെ നിലപാട്. കഴിഞ്ഞ ഡിസംബറിൽ $11 ബില്യൺ ആയുധങ്ങൾ, അത്തരത്തിൽ സൈനിക സഹായം തായ്വാന് നൽകാൻ അമേരിക്ക തീരുമാനിച്ചിരുന്നു. ഇതിനോട് ചൈനയ്ക്ക് കടുത്ത വിയോജിപ്പുണ്ട്. ധാരണയിലെത്തിയെങ്കിലും ഈ ആയുധങ്ങൾ ഇതുവരെ കൈമാറിയിട്ടില്ല. ഇതടക്കമുള്ള കാര്യങ്ങളിൽ അമേരിക്കയുടെ നിലപാട് ഇനി എന്താകും? ആ വിഷയങ്ങൾ സ്വാഭാവികമായും ചൈന മുന്നോട്ട് വയ്ക്കും. ഇന്നലെ ട്രംപ് ബീജിംഗിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ചൈന ഇക്കാര്യത്തിൽ അവരുടെ നിലപാട് ആവർത്തിക്കുകയും ചെയ്തിരുന്നു. അതായത് ചൈനയുടെ അധീനതയിലുള്ള പ്രദേശമാണ് എന്നത് അംഗീകരിക്കണം അമേരിക്ക. ഇതാണ് ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇതടക്കമുള്ള കാര്യങ്ങളിലായിരിക്കും ചർച്ച. എന്തായാലും 10 ആഴ്ചയായി നീണ്ടു നിൽക്കുന്ന പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ഈ കൂടിക്കാഴ്ച എന്തെങ്കിലും ഫലം കാണുമോ? ഈ കൂടിക്കാഴ്ച അവരിൽ ഒരു സമാധാന കരാറിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഷീ ജിൻപിങ്ങും ട്രംപും ചൈനയുടെ ഔദ്യോഗിക ബഹുമതികൾ അത് സ്വീകരിക്കുന്നതാണ്. ട്രംപ്, നമുക്ക് ദൃശ്യങ്ങൾ ഇരുവരെയും കാണാം. എന്ത് മാറ്റം ഈ സന്ദർശനം ലോകക്രമത്തിൽ സൃഷ്ടിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം. മറ്റു വാർത്തയിലേക്ക് പോകണം. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം ഊർജിതമായി തുടരുന്നു. രാജസ്ഥാനിലെ യുവമോർച്ച നേതാവും സഹോദരനുമടക്കം 5 പേരാണ് ഇതുവരെ അറസ്റ്റിലായത്. ചോദ്യപേപ്പർ കിട്ടിയ 200ഓളം പേരിൽ കേരളത്തിൽ നിന്നുള്ള 2 പേരും ഉണ്ടെന്നാണ് വിവരം. നിധിൻ വിവരങ്ങളുമായി ചേരും. നിധിന്, ഈ ഒരു വിവരത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുകയാണല്ലേ? നിധിൻ, കേൾക്കാമോ? ഏതായാലും നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച പരീക്ഷ അത് വീണ്ടും നടക്കുമെന്നുള്ള വിവരം. ഇതിനിടയിൽ ചില വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കോടതിയെ സമീപിച്ചിരിക്കുന്നു. ചോർച്ച നടന്ന സ്ഥലങ്ങളിൽ മാത്രം പരീക്ഷ നടത്തിയാൽ മതി എന്നുള്ള ആവശ്യം കോടതിക്ക് മുന്നിൽ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഇതിനിടയിലാണ് കേരളത്തിൽ നിന്നുള്ള 2 പേരും ഈ ചോർച്ച 200ഓളം പേരിൽ, ചോദ്യപേപ്പർ കിട്ടിയ 200ഓളം പേരിൽ കേരളത്തിൽ നിന്നുള്ള 2 പേരും ഉണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നത് നിർണായകമായ ഒന്നാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി കേരളത്തിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കും. ഇതിന് ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? ഹലോ, അതെ രഞ്ജിത്ത് സാർ, നീറ്റ് എക്സാം ചോദ്യപേപ്പറിനെ തുടർന്ന് CBI അന്വേഷണം നല്ല ഊർജിതമായി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. രാജസ്ഥാനിൽ നിന്നും 5 പേരെ ഇതുവരെ അറസ്റ്റ് ചെയ്തു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇതിൽ രാജസ്ഥാൻ സ്പെഷ്യൽ ഓപ്പറേഷൻ സംഘം 2 സഹോദരങ്ങളെ, രാജസ്ഥാൻ യുവമോർച്ച പ്രവർത്തകരായ 2 സഹോദരങ്ങളെ അറസ്റ്റ് ചെയ്തു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇതിൽ സഹോദരങ്ങളായ മംഗിലാൽ ബിവാൽ, ദിനേശ് ബിവാൽ എന്നിവരെ ആണ് രാജസ്ഥാൻ സ്പെഷ്യൽ ഓപ്പറേഷൻ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരെ അറസ്റ്റ് ചെയ്ത് CBIയിലേക്ക് കൈമാറുകയാണ് പിന്നീടുണ്ടായത്. ഇവരെ അതീവ രഹസ്യമായാണ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമുക്കറിയാൻ കഴിയുന്നത്. ശരി നിതിൻ, ശരി. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി അന്ന് വളരെ വേഗം പോകണം. അത് കോഴിക്കോട് പെരുവണ്ണാമൂഴി പൂഴത്തോട് ഭാഗത്ത് സർവേക്ക് പോയ ഉദ്യോഗസ്ഥരെ കാണാതായി എന്നുള്ളതാണ്. 4 റവന്യൂ ഉദ്യോഗസ്ഥരും ഒപ്പം 3 ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുമടക്കം 7 പേരെ ഉൾവനത്തിൽ കാണാതായി എന്നാണ് വിവരം. ഫോറസ്റ്റ്, പോലീസ്, സന്നദ്ധ സേനാംഗങ്ങൾ വിവിധ ടീമുകളായി തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. MS സനീഷ് കുമാർ വിവരങ്ങളുമായി ചേരും. മനീഷ്,
എന്താണ് മനസ്സിലാക്കേണ്ടത്? എന്താണ് ഏതെങ്കിലും ഇവരെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ ഇപ്പോൾ? രഞ്ജിത്ത്, സംസ്ഥാന സർക്കാരിന്റെ ഡിജിറ്റൽ സർവേ നടപടികളുടെ ഭാഗമായാണ് ഈ റവന്യൂ സംഘവും ഒപ്പം അവർക്ക് അകമ്പടിയായി 3-അംഗ വനംവകുപ്പ് സംഘവും കാട്ടിനുള്ളിലേക്ക് പോയത്. ഇന്നലെ രാവിലെ 7 മണിയോടുകൂടിയാണ് സർവേ നടപടികളുടെ ഭാഗമായി ഇവർ പെരുവണ്ണാമൊഴി പുഴിക്കത്തോട് ഭാഗത്ത് സർവേക്ക് പോയത്. എന്നാൽ വൈകുന്നേരമായിട്ടും ഇവർ തിരികെ വന്നില്ല. ഇതേ തുടർന്ന് ബന്ധുക്കളടക്കം പരാതി നൽകുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ രാവിലെ മുതൽ തന്നെ കാട്ടിനുള്ളിൽ വനംവകുപ്പും പോലീസും സന്നദ്ധ പ്രവർത്തകരും ഒക്കെ ചേർന്ന് തെരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത്. വടകര സർവേ ഓഫീസിലെ ഉദ്യോഗസ്ഥരായ പ്രശാന്ത്, അരുൺ, ഭരത്, അഖിൽ ഒപ്പം ചെയിൻമാൻ ആയ സിബിൻലാൽ എന്നിങ്ങനെയുള്ള 4 സർവേ ഉദ്യോഗസ്ഥരാണ് സംഘത്തിലുള്ളത്. പ്രാദേശികമായുള്ള 3 വനംവകുപ്പ് വാച്ചർമാർ ഇവർക്കൊപ്പം അകമ്പടി പോയി. അവർ കാടിനെപ്പറ്റി നല്ല ധാരണയും ബോധ്യവും ഒക്കെ ഉള്ള ആളുകൾ തന്നെ ആണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. കൊണ്ട് രാത്രി വൈകിയപ്പോൾ ഒരുപക്ഷെ തിരിച്ചു വരാൻ കഴിയാത്ത വിധം എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഇന്നലെ കനത്ത മഴ ഈ മേഖലകളിൽ വനമേഖലയിൽ അടക്കം പെയ്തിരുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അത്തരമൊരു പ്രതികൂല സാഹചര്യത്തിൽ പുറത്തേക്ക് കഴിയാൻ വന്നതുകൊണ്ട് തന്നെ കാട്ടിനുള്ളിൽ തന്നെ എവിടെയെങ്കിലും ഇവർക്ക് അമ്പടിക്കുകയോ അല്ലെങ്കിൽ മറ്റു സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറുകയോ ചെയ്തിരിക്കാം എന്നൊരു കണക്കൂട്ടലുണ്ട്. കാട്ടിനുള്ളിലായതുകൊണ്ട് ഫോൺ സൗകര്യങ്ങൾ ലഭ്യമല്ല. റേഞ്ച് പലപ്പോഴും ഇവർക്ക് ലഭിക്കുന്നില്ലാത്ത അല്ലെങ്കിൽ ഇവരെ ഫോണിൽ ബന്ധപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതാണ് ഒരു ആശങ്ക കൊടുത്തിരിക്കുന്നത്. എന്തായാലും കുടുംബം ഇത്തരത്തിൽ പരാതിയുമായി ഈ ഓഫീസിൽ നിന്നും ഒപ്പം കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും രംഗത്ത് അല്ലെങ്കിൽ കുടുംബം രംഗത്ത് വന്ന സാഹചര്യത്തിൽ ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. വയനാട്, കോഴിക്കോട് ജില്ലകളുടെ അതിർത്തി മേഖലകളോട് ചേർന്ന ഫോറസ്റ്റ് സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ഈ പ്രധാനമായും തെരച്ചിലിൽ പങ്കെടുക്കുന്നത്. അധികം വൈകാതെ ഇവരെ കണ്ടെത്താൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. MS സനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. ഏതായാലും വിവിധ സേനാംഗങ്ങൾ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ഡേയിലേക്ക് വളരെ വേഗം ന്യൂസ് 8 സ്പെഷ്യൽ ഡേയിലേക്ക് ഒന്ന് പോകണം. അതിൽ നമുക്കുള്ളത് ഇന്നിപ്പോൾ പ്രവീണ PS-ന്റെ ഭാമ സുരേഷിൻ്റെ പിറന്നാളാണ് ഇന്ന്. ഭാമ സുരേഷിന് എല്ലാ ആശംസകളും നേരുന്നു. പ്രവീണ PS-ന്റെ പിറന്നാളാണ് ഇന്ന്. ബന്ധുക്കളും സുഹൃത്തുക്കളും പ്രവീണയ്ക്ക് ആശംസകൾ നേരുന്നു. പ്രവീണയ്ക്ക് ന്യൂസ് 18-ന്റെയും പിറന്നാൾ ആശംസകൾ. രാവിലെ പൂർത്തിയാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമുക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആര് എന്ന് അറിയാൻ പറ്റുന്ന 13ാമത്തെ മുഖ്യമന്ത്രി ആര് എന്നറിയാൻ പറ്റുന്ന നിർണായകമായ ഒരു ദിവസം കൂടിയാണ് ഇന്ന്. ന്യൂസ് 8-നൊപ്പം കാത്തിരിക്കുക പ്രേക്ഷകർ. ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് പ്രേക്ഷകരിലേക്ക് എത്തിക്കും. നമുക്ക് രാവിലെ അവസാനിപ്പിക്കാം. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.